ഓക്കെ, ഞാൻ കഴിഞ്ഞ തവണ പോലെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും ഇതേപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള വെബിനാർ കണ്ടക്ട് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്നേരം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ ഇപ്പം കഴിഞ്ഞ വീഡിയോ തന്നെ, കഴിഞ്ഞ ഒരു ഓഡിയോ ക്ലിപ്പിൽ ഒരു വ്യക്തി പറഞ്ഞ ഒരു സ്റ്റോറി ഉണ്ട്. അതായത് ആത്മഹത്യയുടെ വക്കീലായിരുന്നു, എന്നിട്ട് ലൈഫിലേക്ക് തിരിച്ചു വന്ന കഥയാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മളെ ലൈഫിലും ഇതേപോലുള്ള സ്റ്റോറികൾ ഉണ്ടാവും. അത് നമ്മൾ പറയാൻ സമയത്ത് മറ്റുള്ളവർക്ക് ഓക്കെ, ഞാൻ ഇതേപോലെ തന്നെ സിറ്റുവേഷനിലാണുള്ളത്, എനിക്കും ഇതേപോലെ തന്നെ മാറാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം, ആ വ്യക്തിക്ക് അത് നടന്നിട്ടുണ്ടെങ്കിൽ എനിക്കും അത് നടക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് ഇതേപോലുള്ള വിജയകഥകളിലുള്ളത്. എന്നാലും ഞാനിവിടെ ഒരു 10 മിനിറ്റ്സ് നിങ്ങൾക്ക് ഇതുവരെ നടന്ന എന്തെങ്കിലും സ്റ്റോറീസ്, അതായത് നമ്മളിപ്പം 365 ദിവസത്തെ ക്ലാസ്സിൻ്റെ 3ാമത്തെ ലെവലിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് ഏകദേശം 27ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. അന്നേരം അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉള്ളത് എന്ന്, അല്ലെങ്കിൽ എന്തൊക്കെ മാനിഫെസ്റ്റേഷൻ ആണ് നടന്നിരിക്കുന്നത് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അന്നേരം ഓരോരുത്തർക്കും ക്യാമറ ഓൺ ചെയ്തിട്ട് പറയാം. കഴിഞ്ഞ ഒരു സെക്ഷനിൽ പലരും പറഞ്ഞിരുന്നു എനിക്ക് സക്സസ് സ്റ്റോറി പറയാനുള്ള അവസരം കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് അതിന് അവസരം കിട്ടിയില്ല എന്നുള്ള. അപ്പം നിങ്ങൾക്കത് പറയാം, എന്തെങ്കിലും സ്റ്റോറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്ത ഇപ്പോൾ ഏകദേശം 3ാമത്തെ ലെവലിലൂടെയല്ല പോകുന്നത്. ആർക്കും എന്തെങ്കിലും സ്റ്റോറീസ് ഉണ്ടോ? സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ, പറഞ്ഞോളൂ. ഞാൻ എന്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആ. സോറി ഫോർ ദാറ്റ്. ഞാൻ എന്റെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളോടെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു, ഒരു 2 വർഷത്തോളം. ആ. ഞാൻ വളരെ ആക്സിഡന്റലി ആണ് ഞാനിത് യൂട്യൂബിൽ ഇങ്ങനെ കാണുന്നത്. ഉം. ഞാൻ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു. പിന്നെ ആരും എനിക്കിങ്ങനെ ലിങ്ക് അയച്ചു തന്നു. അങ്ങനെ ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ. അപ്പം ഞാനിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് ഈ ഒരു ബ്ലോക്ക് മാറുന്ന ഗ്രാറ്റിറ്റ്യൂഡ് വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്യാറുണ്ട്. എന്നും മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പോൾ കുറച്ച് ബ്രേക്ക് വന്നിട്ടുണ്ട്, എന്നാലും കഴിയുന്ന ദിവസത്തോളം ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ കിടക്കുന്നതിന് മുന്നേ അത് ചെയ്തിട്ടാണ് കിടക്കാറ്. അത് എല്ലാ ദിവസവും കണ്ടിന്യൂസ് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ രാവിലെ എനിക്കത് പറ്റുന്നില്ല ചിലപ്പോൾ. ഓക്കെ. അപ്പോൾ ആക്ച്വലി എനിക്കൊരു ജോബ് സെറ്റ് ആയതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് 7 വർഷത്തോളം എനിക്കൊരു കരിയർ ഗ്യാപ്പ് ഉണ്ടായിട്ട് എങ്ങും എനിക്ക് ജോലി കിട്ടാണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ ഈ ഒരു വിഷ്വലൈസേഷൻ മെത്തേഡ് ആണോ എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ പോലും അറിയാതെ എൻ്റെ ബയോഡേറ്റ വെച്ച് ഒരു കമ്പനിയിൽ, ആമസോൺ എന്ന് പറയുന്ന ഒരു ഫേമസ് കമ്പനിയിൽ MNCയിൽ അപ്ലൈ ചെയ്തു. എനിക്ക് ആ ടെസ്റ്റ് പാസ്സായി, ഞാൻ ഇന്റർവ്യൂ പാസ്സായി. ഞാനിപ്പോ കഴിഞ്ഞ മൺഡേ ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഓക്കെ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ 7 വർഷത്തെ കരിയർ ഗ്യാപ്പിന് ശേഷം ഒരു MNCയിൽ എനിക്ക് ജോലി കിട്ടുമെന്നുള്ളത്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. ഓക്കെ. അതിന് ഞാൻ പ്രപഞ്ച ശക്തിയോടും ഈശ്വരനോടും ഫസ്റ്റ് ഓഫ് ഓൾ സാറിനോടും, കാരണം എനിക്ക് ഇങ്ങനെ ഒരു മാർഗം കാണിച്ചു തന്നത് സാറാണ്. അപ്പം അതെ, അതെ. ഗുരുവന്ദനമാണ് ആദ്യം ചെയ്യാന്നാണ് അല്ല, ഞാൻ ഗുരു എന്ന് പറയുന്നത് കേട്ടിട്ടുള്ളത്. ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയല്ല, മറിച്ച് അറിവെന്നുള്ളതാണ്. പലപ്പോഴും പലരും ഇതേപോലെ, ഞാനൊരു ഗുരുവായിട്ട് ഞാൻ എവിടെയും പറയുന്നില്ല, ഞാനൊരു മീഡിയം മാത്രമാണ്. അതായത് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഞാൻ അത് എൻ്റെതായ രീതിയിൽ അവതരിപ്പിക്കുന്നത് മാത്രം. എന്തായാലും വളരെ നന്ദി. നിങ്ങളുടെ പേരെന്തായിരുന്നു? ഞാൻ പേര് പറയാൻ ആ, പേര് ആഗ്രഹിക്കുന്നില്ല. പറയാം. ഓക്കെ, ഓക്കെ, എന്നാൽ ഐഡൻറ്റിറ്റി ഉൾപ്പെടുത്തണ്ട. ഓക്കെ, ഓക്കെ, താങ്ക് യു സോ മച്ച്. അന്നേരം ഇനി താങ്ക് യു സർ. വേറെ ആർക്ക് ഇതേപോലുള്ള സ്റ്റോറീസ് ഉണ്ടെങ്കിൽ പലർക്കും ഒരു ഇൻസ്പിറേഷനാണ്. ഓക്കെ, എനിക്ക് ഇത് നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയാനുള്ളത്. അന്നേരം താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്യുന്നെങ്കിൽ ഞാൻ അവസരം നൽകാം. ഓക്കെ, ആർക്കെങ്കിലും ഇതേപോലെയുള്ള സ്റ്റോറീസോ കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഇനി അന്നേരം ആർക്കും ഇല്ലാന്ന് തോന്നുന്നു. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടെസ്ല കോഡ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ കാര്യമാണ്. ഇതിൽ ചിലർക്കും, ഇതിൽ ഏകദേശം 89 മെമ്പേഴ്സ് ഉണ്ട്. അന്നേരം ഇതിൽ ഏകദേശം പലർക്കും ഇതിനെക്കുറിച്ച് കുറച്ച് ധാരണ ഉണ്ടാവും. ടെസ്ല കോഡ് മാനിഫെസ്റ്റേഷൻ എന്താണ്, എങ്ങനെ ചെയ്യുന്നതാണ്. നമ്മളെ കോഴ്സ്, അതായത് നമ്മളെ ഇപ്പം ഏകദേശം 3ാമത്തെ ലെവലിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യത്തെ ലെവലിലുള്ളത് ബൈനോറി മ്യൂസിക്സ്, അല്ലെങ്കിൽ ബൈനോറി സബ്ലിമിനൻസ് ആഡ് ചെയ്തിട്ടുള്ള മ്യൂസിക്സ് ആണ് നമ്മൾ നൽകിയത്. ഏകദേശം 28 ദിവസവും നമ്മൾ 28 ടൈപ്പ് ബൈനോറി മ്യൂസിക്, അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവട്ടെ, പണത്തിൻ്റെ കാര്യത്തിലാവട്ടെ, ലോട്ടറിയുടെ കാര്യത്തിലാവട്ടെ, അങ്ങനെയുള്ള പല രീതിയിലുള്ള ബൈനോറി മ്യൂസിക് നമ്മൾ നൽകിയിരുന്നു. അടുത്ത ലെവലിൽ നമ്മൾ തന്നതാണ് അഫർമേഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അന്നേരം ഓരോ ദിവസവും വ്യത്യസ്തമായ അഫർമേഷൻ ലിസ്റ്റാണ് ഞാൻ നൽകിയത്. മൂന്നാമത്തെ ലെവലിലാണ്
നമ്മൾ ഹോപ്നോപ്നോ എന്ന് പറയുന്ന മെഡിറ്റേഷൻ നൽകിയത്. അത് എല്ലാ ദിവസവും നമ്മൾ എഴുതി വെച്ച 28 ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇന്നടക്കം. നേരം ഇതിൽ എല്ലാവരും തന്നെ 28 ലക്ഷ്യങ്ങൾ എഴുതിയല്ലേ? എഴുതിയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പിൽ കമൻറ്റ് ചെയ്യുക, യെസ് എന്ന് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നോ എന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും എഴുതിയിട്ടില്ലേ 28 ലക്ഷ്യങ്ങൾ? ഓക്കെ ഓക്കെ, കുറേ പേര് യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കുറേ പേര് നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എൻഗേജ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ, അതായത് നിങ്ങളൊന്നും ചെയ്യാതെ വെറുതെ കണ്ടിരുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ആക്ഷൻ എന്ന് പറയുന്ന കാര്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുകയുള്ളൂ. അതാണ് ചെറിയ ചെറിയൊരു ടാസ്ക് ആയിട്ട്. ഇപ്പം യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ യെസ് എന്നുള്ളോ നോ എന്നുള്ളോ കമൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ സാർ, ബിഗിനർ ആണ്, ഇത് തൊട്ട് ഗ്രൂപ്പിൽ ഫോളോ ചെയ്താൽ പോരെ? അതെ, ഇന്ന് തൊട്ട് ഫോളോ ചെയ്താൽ മതി. അന്നേരം ഞാനിവിടെ പറഞ്ഞ ഇതിൽ 50-50 ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ 60-40 ആണെന്ന് തോന്നുന്നു. പലരും യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു ടാസ്ക് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ പ്രധാനപ്പെട്ട 28 ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഡ്രീം ജേർണലിൽ 100 ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ അല്ലേ? 100 ലക്ഷ്യങ്ങൾ, ഓരോ ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ? അതിൽ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്ന് പറയാൻ ഏകദേശം ഒരു 3 മാസം, ഒരു 10 വർഷം കഴിഞ്ഞിട്ടുള്ള ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. കഴിയുന്നതും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു 28 ലക്ഷ്യങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമരിൽ ഒട്ടിച്ച് വെക്കുക. എഴുതേണ്ട രീതി വേണമെങ്കിൽ പല രീതികളിലും പല ആൾക്കാർ എഴുതാറുണ്ട്. അതായത് നമ്മൾ എഴുതാൻ പോകുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആഗ്രഹം, അതായത് എനിക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ ലഭിച്ചതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു എന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. താങ്ക് യു യൂണിവേഴ്സ് എന്ന രീതിയിലേക്ക് എഴുതാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, 28 ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക. ഇത് എവിടെയാണ് എഴുതി വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചുമര, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവില്ലേ? അതായത് ഒന്നെങ്കിൽ നിങ്ങൾ റൂമിൽ ഇരുന്നിട്ടായിരിക്കും മെഡിറ്റേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെഡിറ്റേഷൻ റൂം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ബെഡ്റൂമിൻ്റെ ഏതെങ്കിലും ഒരു പൊസിഷൻ, നോർത്ത് സൈഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ബെഡിലാണെങ്കിൽ ബെഡിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻറ്റൻഷൻ വേണം. ജസ്റ്റ് വെറുതെ കുറേ പകൽക്കിനാവ് കാണുന്ന പോലെ കണ്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ഇപ്പം ഇന്നത്തെ ലക്ഷ്യമായിരിക്കില്ല നാളത്തെ ലക്ഷ്യമായിരിക്കില്ല മറ്റന്നാളത്തത്. അതായത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഓരോ ലക്ഷ്യങ്ങളും 28 ലക്ഷ്യങ്ങളും ഓരോ ദിനം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ ടാസ്കുകളും, ഇപ്പം നമ്മൾ ഹോപ്നോപ്നോ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് 28 ലക്ഷ്യങ്ങളുടെ ഓരോ ലക്ഷ്യങ്ങൾ വെച്ചിട്ട് ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നുള്ളതാണല്ലോ പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ 28 ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രധാനപ്പെട്ട 28 ലക്ഷ്യങ്ങൾ അത് 6 മാസത്തിനുള്ളിൽ നിങ്ങൾ നേടണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ള ആയിട്ടുള്ള ആഗ്രഹങ്ങളാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് എഴുതേണ്ടത്. ഓക്കെ, അന്നേരം നമുക്ക് വേണമെങ്കിൽ അത് നിങ്ങൾ മുന്നേ എഴുതിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ചില കാര്യങ്ങൾ നിങ്ങൾ നേടിയിട്ടുണ്ടാവും അല്ലേ? ചില കാര്യങ്ങൾ ഇതിൽ തന്നെ പലരും സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അന്നേരം ഒന്നും കൂടി എന്ത് ചെയ്യുക, 28 ലക്ഷ്യങ്ങളെ ഒന്നും കൂടി റീഫ്രഷ്മെൻറ്റ് ചെയ്തിട്ട് എഴുതി വെക്കുക. അതിൽ ചിലപ്പം നാളെ ഒരു ടീ കുടിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നാളെ ഒരു യാത്ര ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ എന്തും എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം എഴുതി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുകയുള്ളൂ. അത് നമ്മളെ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ കുറേ പേരുടെ ലൈഫിൽ, ഇപ്പം എൻ്റെ ലൈഫിൽ തന്നെ എൻ്റെ സ്വപ്നങ്ങൾ എഴുതി വെച്ചത് കൊണ്ട് മാത്രമാണ് നടന്നത്. അന്നേരം നിങ്ങൾ ഇപ്പം നമ്മളെ ക്ലാസ്, പെയ്ഡ് ക്ലാസ് ഉണ്ട്, ഫ്രീ ക്ലാസ് ഉണ്ട്, എന്ത് തന്നെ ആയാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യങ്ങൾ എഴുതി വെക്കേണ്ടതിൻ്റെ ഒരു രീതിയുണ്ട്. പലരും ചെയ്യുന്ന ഒരു കാര്യം 100 കോടി, അല്ലെങ്കിൽ ഫസ്റ്റ് എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ എനിക്കൊരു മില്യണർ ആവണം അല്ലെങ്കിൽ ബില്യണർ ആവണം. ഒരിക്കലും അങ്ങനെ പറയാതിരിക്കൂ. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്കത് ആവില്ല എന്നല്ലേ. നമ്മൾ ഒരു 1000 രൂപ സമ്പാദിക്കുന്ന വ്യക്തിക്ക് അറിയാം 10,000 രൂപ സമ്പാദിക്കാൻ പറ്റുന്നില്ല. 1 ലക്ഷം സമ്പാദിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസം വരും. അന്നേരം ചെറിയ ലക്ഷ്യങ്ങൾ മുതൽ, അതായത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ചെറിയ ലക്ഷ്യം എന്താണോ അതിൻ്റെ അന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാൻ എഴുതി വെച്ച ഒരു ട്രിമ്മർ മേടിക്കാൻ, എൻ്റെ ഡ്രീം ജേർണൽ ഷെൽഫിലാണുള്ളത്. അന്നേരം ഞാൻ എഴുതി വെച്ച ആദ്യം ഒരു ട്രിമ്മർ മേടിക്കുക എന്നുള്ളതാണ്. എൻ്റെ സാലറി കിട്ടിയ സമയത്ത് അത് മേടിച്ചു. അങ്ങനെ ഗ്രാജുവലായിട്ട് എനിക്ക് ഇത് കിട്ടുന്നു. അതായത് എനിക്കൊരു ബിലീഫ് സിസ്റ്റം വന്നു. ഓക്കെ, എഴുതി വെക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ലേ. ഇപ്പോൾ അമ്പലങ്ങളിലും പള്ളിയിലും പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക,
അവിടെ ഒരു ബിലീഫ് സിസ്റ്റമാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ, ഒരു വിശ്വാസം എന്നുള്ളത്. അന്നേരം ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതി വെച്ച കാര്യം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ എഴുതി വെച്ചത് കാര്യം ഒന്നുകിൽ ഒട്ടിച്ച് വെക്കുക, കഴിയുന്നതും ഒട്ടിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. വീട്ടിൽ ചില ആൾക്കാർ പറയും, പലരും പരിഹസിക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറ്റും. നിങ്ങൾ ഹൈഡ് ചെയ്തിരിക്കുക, നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഷോ ചെയ്യാനും ശ്രമിക്കണം. ഇപ്പം ഞാൻ തന്നെ എഴുതി വെച്ച സമയത്ത്, എൻ്റെ ചുമരിൽ ഒട്ടിച്ച് വെച്ച സമയത്ത് എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ, അതോടൊപ്പം തന്നെ എൻ്റെ റിലേറ്റീവ്സ് കാര്യങ്ങളെല്ലാം തന്നെ എന്നെ കളിയാക്കിയിരുന്നു. പക്ഷെ എനിക്കറിയായിരുന്നു ആ ഇൻസൾട്ട്, അതായത് നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണ് നിങ്ങളെ വിശ്വാസത്തിൽ, അല്ലാതെ നിങ്ങൾ ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ മറച്ചു വെച്ച് ആരും കാണാതെ ചില ആൾക്കാർ ലൈഫില്ലേ ഒന്നും കാണാതെ, ഇപ്പം പലരും ക്യാമറ ഓൺ ആക്കിയിട്ട് അന്നേരം ആരും കാണാതെ ഒതുങ്ങി നിൽക്കണം ആഗ്രഹിക്കാതെ നമ്മളിൽ ഒരു സക്സസ് വേണമെങ്കിൽ, ഇപ്പം സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളെല്ലാം തന്നെ ലൈം ലൈറ്റ് അല്ലെങ്കിൽ പൊതുവേദിയിലേക്ക് വന്നതുകൊണ്ടാണ് അവർ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളായിട്ട് കരുതുന്നത്. അത് ബിസിനസ് മേഖലയിലാവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ട്രെയിനിങ് മേഖലയിലാവട്ടെ, വാട്ട് എവർ ഫീൽഡ്, ഏതരം ഫീൽഡായി കഴിഞ്ഞാലും ആ ഒരു കാര്യം, അതായത് നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതി ഒട്ടിച്ച് കഴിഞ്ഞാൽ മാത്രം, എഴുതി ഒട്ടിക്കുക അല്ലെങ്കിൽ എഴുതുക, നിങ്ങളത് പേസ്റ്റ് ചെയ്യുക. ആര് തന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് നിങ്ങൾ നേടാൻ പോകുന്ന ഒരു വിശ്വാസം നിങ്ങൾ വേണം എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെന്ത് ചെയ്തു, അത് എഴുതി ഒട്ടിച്ച് വെച്ചു. എന്നിട്ട് നമ്മളിപ്പം ഹോപ്പിനോപ്പിനോ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യവും നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു സ്റ്റോറി ആയിട്ട് വിഷ്വലൈസ് ചെയ്യാം അല്ലേ. ജസ്റ്റ് എന്താണ്, ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ട്രിമ്മർ മേടിക്കണം എന്ന് ഒരു ഉദാഹരണം വെക്കുക. നിങ്ങൾ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ, ഇപ്പം നമ്മൾ നൽകിയ യൂണിവേഴ്സൽ ബ്ലെസ്സിങ് മെഡിറ്റേഷൻ ആവട്ടെ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ ആവട്ടെ, അത് ചെയ്യുന്ന സമയത്ത് അതൊരു സ്റ്റോറി ആയിട്ട്, ഒരു മെൻ്റൽ സ്റ്റോറി ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലാതെ ജസ്റ്റ് അതിൻ്റെ ഇമേജ് ആയിട്ട് കാണാതെ ഒരു കഥ പോലെ, ഒരു സ്റ്റോറി പോലെ കാണുകയാണെങ്കിലാണ് നല്ലത്. പിന്നെ അങ്ങനെ ആ ഒരു കാര്യം നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ്, ഈവൻ നേടുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ നന്ദി പറയുകയാണെങ്കിൽ നല്ലതാണ്. എന്നാൽ മാത്രമേ നമ്മളെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുകയുള്ളൂ. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യം, ഇപ്പം നമ്മൾ 28 ദിവസം ഓരോ ലെവൽ കഴിയുന്ന സമയത്തും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, 10 കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നന്ദി പറയുന്ന സമയത്ത് മാത്രമേ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുകയുള്ളൂ. അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? വോയിസ് ഓണാക്കിയിട്ട് പറയാം. സ്വന്തമായിട്ട്, ഓക്കെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്താ ഉള്ളത്? വോയിസ് ആക്കിയിട്ട് ഓൺ ചെയ്ത് പറയാം, വീഡിയോ ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്താ ഉള്ളത്? സാർ, എനിക്ക് സ്വന്തമായിട്ട് ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. ഓക്കെ, പിന്നെ എനിക്കൊരു കുഞ്ഞു മോനുണ്ട്. ഓക്കെ 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 പറയും നീ മറ്റുള്ള. എനിക്കൊരു മോളുണ്ട്. ഓക്കെ 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 ശരി. എനിക്കൊരു വീടുണ്ട്, 25 സെന്റ് സ്ഥലമുണ്ട്. ഓക്കെ 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 സാറേ, എനിക്ക് സ്വന്തമായിട്ട് ഒരു വീടുണ്ട്, 2 കുട്ടികളുണ്ട്, വളരെ സ്നേഹമുള്ള ഒരു ഹസ്ബൻഡ് ഉണ്ട്, പാരന്റ്സ് ഉണ്ട്, പിന്നെ കുറെ ബുക്സ് ഉണ്ട്. വെരി ഹാപ്പി. ഓക്കെ, ഇനി പറഞ്ഞോളൂ. നിങ്ങളൊരു എൻഗേജ്മെന്റ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാകുക, അല്ലാതെ ഞാൻ തന്നെ വൺ മാൻ ഷോ പോലെ കൊടുത്തു കഴിഞ്ഞാൽ കാര്യമില്ല. എല്ലാവരും തന്നെ ശൈലേഷ്, സ്വന്തമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എന്താണ്? എനിക്ക് സ്വന്തമായിട്ട് ഞാൻ മാത്രം. ഓക്കെ, നീ അടുത്ത പറഞ്ഞോളൂ. ഓക്കെ, എനിക്ക് ഒരു സ്ഥാപനമുണ്ട്, ആ, ഒരു മൊബൈൽ ഉണ്ട്, ഒരു 2 വീലർ ഉണ്ട്, ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. ഓക്കെ 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 നീ അടുത്ത ആരാണ്? ഒരാളും കൂടി പറഞ്ഞോളൂ. സാർ, എനിക്ക് സ്വന്തമായിട്ട് എന്റെ ശരീരമുണ്ട്, എന്റെ മനസ്സുണ്ട്, എനിക്ക് ശ്വസിക്കാൻ വായുണ്ട്, എന്റെ എല്ലാ ശരീരഭാഗങ്ങളും നന്നായി പ്രവർത്തിക്കുന്നു. ഇതെല്ലാം എന്റെ സ്വന്തമാണ്. ഓക്കെ ഓക്കെ ശരി, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും പറഞ്ഞവർക്കും പറയാത്തവർക്കും നന്ദി. അന്നേരം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സത്യത്തിൽ ഒന്നും തന്നെ ഇല്ല, ശൂന്യമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ്. മീൻസ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്കുണ്ടെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ എനിക്കൊരു മോനുണ്ട് സാർ. ആ ഓക്കെ ഓക്കെ ഇപ്പം ഞാൻ അതിൽ പറയുന്നുണ്ട്, നമ്മളെ വീഡിയോസിലും കാര്യങ്ങളും പറയുന്നത്, ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് ഉണ്ടായത്? അത് എൻ്റെ കഴിവുകൊണ്ടാണ് ഉണ്ടായത്. അച്ഛനും അമ്മയും കൂടിയിട്ട് ശാരീരമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അതിൽ ബീജവും അണ്ടവും ചേർന്നിട്ട് ആ ഒരു മാംസപ്പിണ്ടായിട്ട് മാറിയിട്ട് അതിൽ 3 മാസത്തിന് ശേഷം ആത്മാവ് അങ്ങനെയാണല്ലോ ഉണ്ടാകുന്നത്. അതായത് ഞാനിവിടെ ജനിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ കഴിക്കുന്ന ഭക്ഷണം, അത് എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടുന്നത്? ഞാൻ ഉണ്ടാക്കിയതാണോ? അല്ല, ഈ പ്രകൃതിയിൽ നിന്ന്, പഞ്ചഭൂതങ്ങളിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് എടുക്കുന്ന വസ്തുക്കളാണ് എനിക്ക് ഭക്ഷണമായിട്ട് കിട്ടുന്നത്. അതിനുശേഷം ഞാൻ ജനിച്ചതിന് ശേഷം എന്താണ്, എനിക്ക് ഓരോ അറിവുകളും ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളല്ല, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് എല്ലാം തന്നെ എൻ്റെതാണെന്ന് വെച്ചാൽ എല്ലാം.
ഇപ്പം എൻ്റെ കഴിവ് ഞാൻ പറയുകയാണ്, എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ സമ്പാദിച്ചതാണ്. ഇപ്പം ഓക്കെ ഓക്കെ എല്ലാവരും മ്യൂട്ട് ആക്കൂ. അന്നേരം നമ്മൾ ഇപ്പം തന്നെ ഞാൻ ചില ആൾക്കാർ പറയാം എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ എനിക്ക് നേടിയെടുത്തതെന്നെല്ലാം പറയുകയാണെങ്കിൽ പോലും എനിക്ക് ഈ കഴിവ് എവിടെ നിന്നാണ് കിട്ടിയത് അല്ലേ? എൻ്റെ ഇതേപോലെ തന്നെ ഒരമ്മക്ക് ജനിക്കുന്ന 2 മക്കളും ഒരേപോലെയല്ല. അന്നേരം നമ്മളിൽ എപ്പോഴും ബ്ലെസ്സിങ്സ് ആണ്. അതായത് നമുക്ക് ഓരോ വസ്തുക്കളും കിട്ടിയത് നമ്മളതല്ല, മറിച്ച് എല്ലാം തന്നെ ദൈവാനുഗ്രഹം എന്നുള്ളതാണ്. ഗീതയുടെ ഒരു പോസ്റ്റർ എന്തോ ഞാൻ വായിച്ചിരുന്നു, നഷ്ടപ്പെട്ടത് എല്ലാം നല്ലതിന്, ഇനി നഷ്ടപ്പെടാൻ പോകുന്നത് നല്ലതിന്, നഷ്ടപ്പെട്ട് ഓർത്ത് എന്തിനും ദുഃഖിക്കണം. അത് ആരെങ്കിലും കേട്ടിരുന്നോ? കേട്ടിട്ടുണ്ട് യെസ് എന്ന് പറയുക. അത് നമ്മൾ ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മളതാണെന്ന് കരുതുന്ന വസ്തുക്കളെല്ലാം തന്നെ നിങ്ങളെ മക്കൾ നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം ആ വസ്തുക്കൾ മറ്റൊരാൾ ഉപയോഗിക്കും. നിങ്ങളെക്കാട്ടും മുന്നേ, അതായത് നിങ്ങളെ രക്ഷിതാക്കൾ എന്ന് പറയുന്ന അവരും മുന്നേ വേറൊരാളുടെ മക്കളായിരുന്നു. അതായത് നമ്മൾ ഇതേപോലെയാണ് നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ജനിച്ചിരിക്കുന്നത് നമുക്ക് വരുന്ന വരദാനങ്ങൾ അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് കൊണ്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. അതായത് നമ്മളിൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒന്നും ഇല്ലായ്മ, അതായത് ഒന്നുമില്ല എനിക്ക് എന്നുള്ള ഒരു ബോധത്തിൽ നിന്നാണ് വരുന്നത്. ഇപ്പം എനിക്കിപ്പം എന്തെങ്കിലും ഉണ്ടോ വെച്ചാൽ ഇപ്പം ഈ വീട് കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്കുണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിലെല്ലാം തന്നെ ഒരു വാക്കനാണ്, എല്ലാം തന്നെ വരദാനമാണ്. അല്ലെങ്കിൽ എൻ്റെ പണമായാലും എല്ലാം തന്നെ. ഇപ്പം എനിക്ക് പണം എങ്ങനെയാണ് കിട്ടുന്നത്? ഇതേപോലെ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നത് നിങ്ങളിലൂടെയാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ എന്താണ്, എനിക്ക് ബിസിനസ്സുകളുണ്ട്, അതിലൂടെയാണ് എനിക്ക് പണം കിട്ടുന്നത്. അതെൻ്റെ കഴിവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈൻഡ് ഓഫ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ കഴിവ് എവിടെ നിന്നാണ് കിട്ടിയത്? അതെല്ലാം തന്നെ ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ എൻ്റെ പൂർവികരുടെ ആരെങ്കിലും, അതായത് ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ. നമ്മൾ പോകുന്ന സമയത്തും ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ള ഒരു നമ്മളെ ഒരു ബോധത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു ചിന്തയിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഐഡിയോളജിയിൽ നിന്നാണ്, എങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ നിർവചിക്കാം. അതിൻ്റെ അന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യം ഉണ്ടാകുന്നത്. അല്ലാതെ നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഫീലിംഗ് വരണമെങ്കിൽ നിങ്ങൾക്കത് വിശ്വാസം വേണം അല്ലേ? ഈ ഒരു കാര്യം എനിക്ക് മീൻസ് ഈ ഒരു കാര്യം എനിക്കൊന്നുമില്ലാതെയാണ് എനിക്ക് ഇതെല്ലാം തന്നെ നൽകിയത്. ഇപ്പം നിങ്ങൾക്ക് വീടുണ്ട്, ആരോഗ്യമുണ്ട്, ഈ കാര്യങ്ങൾ, അതായത് ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങളിലും നമുക്ക് വരികയുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ചില ആൾക്കാർ ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതായത് ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാതെ ഇനി വേണ്ട കാര്യങ്ങൾക്ക്, അതായത് 1 ലക്ഷം രൂപ വേണം അല്ലെങ്കിൽ 3 ലക്ഷം രൂപ വേണം എന്നുള്ളതിന്, അല്ലെങ്കിൽ വീട് വേണം എന്നുള്ളതിനെല്ലാം നന്ദി പറഞ്ഞിട്ട് ആ ഒരു മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം അവർക്ക് ഉള്ള കാര്യങ്ങളിൽ ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമുക്ക് ശ്വസിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് നല്ലൊരു ശരീരമുണ്ട്. ഇതിന് നന്ദി പറഞ്ഞ് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു വൈബ്രേഷൻ ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുകയുള്ളൂ. ഓക്കെ. പിന്നെ നമ്മൾ എപ്പോഴും ഇപ്പം മറ്റൊരു കാര്യം പറയുന്നത് ഡിറ്റാച്ച്മെൻറ്റിൻ്റെ കാര്യമാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്ത് നമ്മളിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ എന്ത് ചെയ്യും, ഇതുവരെ നമ്മൾ മറ്റുള്ളവരെ നന്ദി പറയണം അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ സ്നേഹിക്കണം എന്ന് കരുതുന്നതിന് ഉപരിയായിട്ട് നമ്മളിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുക. അന്നേരം ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഫീലിംഗ് നമ്മൾ ഉള്ളിൽ തന്നെ വരും. ഓക്കെ, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ചുറ്റുമുള്ള, അതായത് ഒരേ പ്രോബ്ലം അവിടെ തന്നെ ഉണ്ടാവും, പക്ഷേ പ്രോബ്ലത്തെ കാണുന്ന രീതി വ്യത്യാസം വരും. ഇപ്പോൾ 1 ഗ്ലാസ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം കാണുന്ന സമയത്ത് 1 ഗ്ലാസ് വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നത് വരായിട്ട് ദൈവമേ 1/2 ഗ്ലാസ് വെള്ളമെങ്കിലും എനിക്ക് കിട്ടിയല്ലോ. അവിടെ എന്താണ്, ആ പ്രോബ്ലം അവിടെ തന്നെ ഉണ്ട് അല്ലേ? പ്രോബ്ലം അവിടെ തന്നെ ഉണ്ട്, പക്ഷേ പ്രോബ്ലം കാണുന്ന സിറ്റുവേഷനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് അവിടെ ചേഞ്ച് ആയത്. നമ്മളിൽ ഈ ആറ്റിറ്റ്യൂഡ് ചേഞ്ചിങ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ എല്ലാ ക്ലാസ്സുകളിലും ഇപ്പം നടക്കുന്ന ഫ്രീ ക്ലാസ് ആവട്ടെ, ഈവൻ നിങ്ങൾ മറ്റുള്ള ലോ ഓഫ് അട്രാക്ഷൻ്റെയോ അല്ലെങ്കിൽ മറ്റ് മൈൻഡ് പവറിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ പോലും അവരെല്ലാം പ്രാധാന്യം കൊടുക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ടെക്നിക്കായിട്ട് കാണാതെ നമ്മളെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് കാണാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുകയുള്ളൂ. അത് നിങ്ങളെല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? ഉണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, നോ. ഓക്കെ, താങ്ക് യു. അന്നേരം നമ്മൾ ഇതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ്, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു സിറ്റുവേഷൻ എടുക്കാം. നമ്മളെ വീഡിയോ തന്നെ അല്ലെങ്കിൽ ക്ലാസ് തന്നെ പറഞ്ഞ അതേ സ്റ്റോറി തന്നെയാണ്. നിങ്ങൾക്ക് 200 രൂപ അല്ലെങ്കിൽ 2000 രൂപയുടെ കയ്യിൽ
നിങ്ങൾ 2 കൂട്ടുകാർക്ക് നിങ്ങൾ കൊടുക്കുകയാണ്. ആദ്യത്തെ കൂട്ടുകാരന് 1000 രൂപ എടുത്തു, രണ്ടാമത്തെ കൂട്ടുകാരനും 1000 രൂപ എടുത്തു. എന്നിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം കാണുന്ന സമയത്ത് ആദ്യത്തെ നിങ്ങൾ സുഹൃത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങളെ കണ്ട സമയത്ത് തന്നെ മാറി നടന്നു, നിങ്ങളെ മൈൻഡ് ചെയ്യാതെ മാറിപ്പോയി. എന്നാൽ രണ്ടാമത്തെ സുഹൃത്താണെങ്കിൽ നിങ്ങളടുത്തേക്ക് വന്നിട്ട് ആ 1000 രൂപയ്ക്ക് നന്ദി പറയുകയും ആ 1000 രൂപ കൊണ്ട് മേടിച്ച കാര്യങ്ങൾക്ക് ഓരോന്നിനും നന്ദി നന്ദി എന്ന് പറയുകയാണ് ചെയ്യുക. അന്നേരം അടുത്ത ആഴ്ച നിങ്ങളെ കയ്യിൽ 2000 രൂപയുണ്ടെങ്കിൽ ആദ്യത്തെ വ്യക്തിക്കാണോ ഇല്ലെങ്കിൽ രണ്ടാമത്തെ വ്യക്തിക്കാണോ നിങ്ങൾ നൽകുക? നിങ്ങൾ വോയിസ് ഓൺ ചെയ്ത് പറഞ്ഞോളൂ, അല്ലെങ്കിൽ പറയാൻ പറ്റാത്തവർ കമന്റ് ചെയ്താൽ മതി. ഫസ്റ്റ് പേഴ്സൺ ഓർ സെക്കൻഡ്? രണ്ടാമത്തെ. എന്താണ് ആദ്യത്തെ പേഴ്സൺ ആരാ പറഞ്ഞത്? ഗ്രാറ്റിറ്റ്യൂഡ് പറയാത്ത വ്യക്തിക്കാണ്. ആ ഓക്കെ. അന്നേരം എല്ലാവരും തന്നെ മിക്കവരും പറയുന്നത് രണ്ടാമത്തെ വ്യക്തിക്ക് എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്താണ്, നമ്മൾ പോലും ഇതേപോലെ തന്നെ ചെയ്യുന്നതെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ആ ഒരു എനർജിയും ഇതേപോലെ തന്നെയാണുള്ളത്. ഇപ്പം ബൈബിളിൽ തന്നെ പറയുന്നത് ആരാണോ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുന്നത് അവന് വീണ്ടും വീണ്ടും നൽകപ്പെടുന്നു. ആരാണോ നന്ദി പറയാത്തത് അവൻ്റെ കയ്യിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ പോലും എടുത്തു കളയുന്നു എന്ന് ബൈബിളിൽ വചനം പറയുന്നുണ്ട്. അത് മാജിക് എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അന്നേരം നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ലെവലിൽ, അതായത് തനിക്കൊന്നുമില്ല എല്ലാം തന്നെ ദൈവം നൽകുന്നതാണ്. അതേപോലെ തന്നെ ആ ദൈവത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്ത് ദൈവികമായ ഊർജ്ജം നമ്മളിലൂടെ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നതായിട്ടും അതിലൂടെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഞാനിവിടെ പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച്, നമ്മൾ ഇതുവരെ ചെയ്ത ടാസ്കിനെ കുറിച്ചാണ്. ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്ല കോഡ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണല്ലോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് ടെസ്ല കോഡ്? ഇതിൽ ആരെങ്കിലും ടെസ്ല കോഡ് ചിലപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസ് കേട്ടിട്ടോ നിങ്ങൾ ടെസ്ല കോഡ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും ഇതിൽ ആരും ടെസ്ല കോഡ് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളില്ല? 369 എന്ന് പറയുന്ന മെത്തേഡാണ്. ഓക്കെ, ആരും ഇല്ലാന്ന് തോന്നുന്നല്ലേ? നോ, എല്ലാവരും. രാഹുൽ വിജയൻ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞിട്ടുണ്ട്. യെസ്, ഓക്കെ. ഷാജി മോൾ എന്താണെന്ന് പറയാമോ? ഇതിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യം എന്താണെന്ന് പറയാമോ? ടെസ്ല കോഡ് എന്താണെന്ന് അറിയുന്ന ആൾക്കാർ പറഞ്ഞു. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ 3 പ്രാവശ്യം 6 പ്രാവശ്യം 9 പ്രാവശ്യം എഴുതുക. 369 എന്ന് പറയുന്ന മെത്തേഡ്. ഇത് പറയുന്നത് അല്ലെങ്കിൽ ഇത് ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് നിക്കോളസ് ടെസ്ല എന്ന് പറയുന്ന വ്യക്തി. അത് നിങ്ങൾ ചിലപ്പോൾ നിക്കോളസ് ടെസ്ലയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല, പലപ്പോഴും എഡിസണിനെ കുറിച്ചായിരിക്കും കേട്ടിട്ടുണ്ടാവുക. അത് മറ്റേ ഈ പരീക്ഷണശാല കത്തുന്നതും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സത്യത്തിൽ ആൽബർട്ട് ഇതേപോലെ ഐൻസ്റ്റീനെക്കാട്ടും അല്ലെങ്കിൽ എഡിസണെക്കാട്ടും ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഉള്ള ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു നിക്കോളസ് ടെസ്ല എന്ന് പറയുന്ന വ്യക്തി. ഇപ്പം ഇതേപോലെ മറ്റേ ഈ ഇലോൺ മസ്കിൻ്റെ സ്ഥാപനത്തിൻ്റെ പേരെന്താണ്? ടെസ്ല എന്നുള്ളതാണ്. കാറിൻ്റെ പേരും എല്ലാം തന്നെ ടെസ്ല എന്നാണ് കൊടുത്തത്. കാരണം അദ്ദേഹം പോലും അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെസ്ല എന്ന് പറയുന്ന വ്യക്തി അത്രയധികം ഉയർന്ന അല്ലെങ്കിൽ അത്രയധികം ടോപ്പായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. ഒരു തവണ ആൽബർട്ട് ഐൻസ്റ്റീൻ ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയ സയൻറ്റിസ്റ്റ് ആയ താങ്കൾക്ക് എന്ത് ഫീലിംഗ് ആണ് വരുന്നതെന്ന് ചോദിച്ചു. എന്താണ്, സന്തോഷമാണോ അല്ലെങ്കിൽ എന്താണ് തോന്നുന്നതെന്ന് ചോദിച്ച സമയത്ത് എനിക്കതറിയില്ല, മറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ നിക്കോളസ് ടെസ്ലയോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് മുന്നേ തന്നെ നിക്കോളസ് ടെസ്ല മരണപ്പെട്ടിരുന്നു. അന്നേരം അദ്ദേഹം പോലും ബഹുമാനിച്ചിരുന്ന വ്യക്തിയാണ് നിക്കോളസ് ടെസ്ല എന്ന് പറയുന്നത്. ടെസ്ലയുടെ ഒരു വാചകം ഉണ്ടായിരുന്നു, ഇഫ് യു വാണ്ട് ടു റിവീൽ ദ സീക്രട്ട് ഓഫ് ദിസ് യൂണിവേഴ്സ് തിങ്ക് ഇൻ ടേംസ് ഓഫ് എനർജി, വൈബ്രേഷൻ ആൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അന്നേരം അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഫ്രീക്വൻസീനെ കുറിച്ചും അതോടൊപ്പം തന്നെ പല കാര്യങ്ങളെക്കുറിച്ചും റിസർച്ച് ചെയ്ത സമയത്ത് ചില നമ്പേഴ്സ്, ചില സ്പെസിഫിക് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്ന് അല്ലെങ്കിൽ ലോകത്തുള്ളതെന്ന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം കണ്ടെത്തിയ ഒരു മെത്തേഡാണ് 369 എന്ന് പറയുന്ന മെത്തേഡ്. ഈ 369 മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എൻ്റെ ലൈഫിലും അതോടൊപ്പം തന്നെ നമ്മളെ വീഡിയോസിലും തന്നെ പറഞ്ഞ് കുറേ പേരുടെ ലൈഫിലും സക്സസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 369 മെത്തേഡ് ഉപയോഗിക്കുന്ന രീതിയാണ്. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 28 ലക്ഷങ്ങൾ എഴുതി വെച്ചു അല്ലേ? 28 ലക്ഷം നമ്മളെ പേപ്പറിൽ എഴുതിയിട്ട് ചുമലിൽ ഒട്ടിച്ച് വെച്ചു. എന്നിട്ട് അതിൽ ആദ്യത്തെ ലക്ഷ്യം എടുക്കുക. ആദ്യത്തെ ലക്ഷ്യം വേണമെങ്കിൽ പണത്തിൻ്റെ കാര്യമായിരിക്കാം, ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം, എന്തുമാവട്ടെ.
അത് എപ്പോഴും സെലക്ട് ചെയ്യേണ്ട കാര്യം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു ലക്ഷ്യം സെലക്ട് ചെയ്യുക. അതായത് നിങ്ങൾക്കത് നടക്കും, ഓക്കെ, ഇത് പോസിബിൾ ആണ്, പക്ഷേ അത് ലോ ഓഫ് അട്രാക്ഷൻ വേണമെന്നില്ല, പക്ഷേ അത് പോസിബിൾ ആണ്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു ചായ കുടിക്കാൻ എൻ്റെ കയ്യിൽ പണം ഉണ്ട് അല്ലേ, എന്നാൽ പോലും ഇത് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു വിശ്വാസം. ഇപ്പോൾ ചില അമ്പലങ്ങളിൽ പോകാറുണ്ട്, ചില വ്യക്തികൾ പള്ളികളിൽ പോകാറുണ്ട്. അതെന്താണ്, ആ ഒരു വിശ്വാസം, ഇന്ന അമ്പലത്തിൽ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ന പള്ളിയിൽ പോകുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നുള്ള ഒരു വിശ്വാസമാണ് അവിടെ ജനിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു പ്രസ്തുത ലക്ഷ്യം എടുത്തിട്ട് അത് രാവിലെ എഴുന്നേറ്റതിന് ശേഷം എഴുന്നേറ്റിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബുക്ക് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഒരു 200 പേജ് നോട്ട്ബുക്ക്, ഡ്രീം ജേണലായിരിക്കും അത്. നമ്മളെ ലക്ഷ്യം ഓക്കെ, ഡ്രീം ജേണലായിരിക്കും അത്. ഡ്രീം ജേണൽ അല്ലാതെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 200 പേജോ അല്ലെങ്കിൽ 100 പേജ് നോട്ടോ വാങ്ങി വെക്കാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നതിന് ശേഷം ആ ഒരു ലക്ഷ്യം നടന്നതായിട്ട് എഴുതുക. ഉദാഹരണത്തിന് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 10,000 രൂപ ലഭിച്ചതിന് പ്രപഞ്ചശക്തി ഗാന്ധിയായിരുന്നു. ഇത് 3 തവണ എഴുതി വെക്കുക. പിന്നെ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ എഴുതി വെക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ജോലി സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുൻപ് എന്ത് ചെയ്യാം, നിങ്ങൾ ഇങ്ങനെ പേന് അതോടൊപ്പം തന്നെ ആ പുസ്തകം അത് ട്രാവൽ ചെയ്യുന്ന സമയത്തെല്ലാം തന്നെ നിങ്ങൾ കഴുകുക. നിങ്ങളെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളെ അടുക്കളയിലുള്ള പണി ഉണ്ടെങ്കിൽ അടുക്കളയുടെ ഒരു മേശപ്പുറത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും വെക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അലാറം സെറ്റ് ചെയ്യുക. അതായത് രാവിലെ 5 മണിക്ക് അന്ന് ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസം 5 മണിക്ക് തന്നെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഉച്ചക്കാണെങ്കിൽ ഉച്ചക്ക് ഒരു 1 hour അല്ലെങ്കിൽ 1 മണിക്ക് അല്ലെങ്കിൽ 2 മണിക്ക് ഏത് സമയത്താണ് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അതിന് ശേഷം ഒന്ന് എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെച്ച്, അതായത് 3 തവണ നിങ്ങൾ രാവിലെ എഴുതി വെച്ചു, 6 തവണ 369 എന്ന് പറഞ്ഞ പോലെ തന്നെ 6 തവണ അത് എഴുതി വെച്ചു ഉച്ചക്ക് അല്ലേ. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 9 തവണ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപാണ് നിങ്ങൾ 9 തവണ എഴുതേണ്ടത്. അത് അന്നേരം എന്ത് ചെയ്തു, 3, 6, 9 തവണ എഴുതി വെച്ചു. അല്ലെങ്കിൽ അത് ഒരു പുറം അല്ലെങ്കിൽ ഒരു സൈഡ് തന്നെ തീരും, ഇല്ലെങ്കിൽ അടുത്ത സൈഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ എന്ത് ചെയ്യുക, ഒരു ലക്ഷ്യം എന്ന് എഴുതി വെച്ചു, അടുത്ത ലക്ഷ്യം നമ്മൾ സെലക്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ദിവസം അത് എഴുതി വെക്കുക. അത് 369 എന്ന് പറയുന്ന മെത്തേഡിൽ എഴുതി വെക്കുക എന്നുള്ളതാണ് ഈ ടെസ്ല കോഡ് മാനിഫെസ്റ്റേഷൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പല ഫേമസ് ആയിട്ടില്ല, ഇപ്പം നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ടെസ്ല കോഡ് മാനിഫെസ്റ്റേഷൻ സക്സസ്ഫുൾ പീപ്പിൾ എന്ന് പറഞ്ഞ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പലരെയും കാണാൻ സാധിക്കും. പല ഫേമസ് ആയിട്ടുള്ള, അത് മലയാളികളോ തമിഴോ ഒന്നും തന്നെ അല്ല, മറിച്ച് വിദേശികളിലെ ഹോളിവുഡ് ആക്ടേഴ്സ് എല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം 369 എന്ന് പറഞ്ഞ ഒരു നമ്പർ, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പ്രമുഖനായ ഒരു സിനിമ നടൻ, അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ നമ്പർ 369 ആണ്. ഏത് ആക്ടറാണെന്ന് പറയാൻ പറ്റുമോ? മമ്മൂട്ടി. ഓക്കെ, നല്ല കാര്യം. അന്നേരം അദ്ദേഹം പോലും, അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഇന്ന മതവിശ്വാസിയാണ്, അദ്ദേഹം യൂസ് ചെയ്യേണ്ട വേറെ നമ്പർ ഇതാണ്. പക്ഷെ അദ്ദേഹം 369 എന്ന് പറയുന്ന മെത്തേഡ് അല്ലെങ്കിൽ 369 എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആയിട്ടുള്ള നമ്പർ ആയതുകൊണ്ടാണ് അദ്ദേഹം സെലക്ട് ചെയ്യുന്ന ഓരോ കാറിൻ്റെ നമ്പേഴ്സ് എല്ലാം തന്നെ 369 എന്ന് പറയുന്ന മെത്തേഡാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ മാനിഫെസ്റ്റേഷൻ ടൂള് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മീൻസ് ആ ചെറിയ കാര്യങ്ങൾ നേടി വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഓക്കെ ഇത് നടക്കും, ഇത് നിങ്ങളുടെ മെത്തേഡാണെന്ന് നിങ്ങൾക്ക് ഒന്ന് വിശ്വസിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അത് ഈവൻ നമ്മളെ സ്റ്റോറീസ് ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് കുറേ പേരുടെ ലൈഫിൽ മാറ്റമുണ്ട്, എൻ്റെ ലൈഫിൽ മാറ്റം ഉണ്ടാകുന്നില്ല. ഇതാണ് ബേസിക് പ്രിൻസിപ്പൾ 369 എന്ന് പറയുന്ന ടെസ്ല കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരിക്കലും നിങ്ങൾ ഒരു ദിവസം ചെയ്തു അല്ലെങ്കിൽ ഇന്ന് ചെയ്തു നാളെ വിട്ടുപോയി അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓരോ മണിക്കൂർ വിട്ടിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മൊബൈലിൽ അലാറം സെറ്റ് ചെയ്യുക, രാവിലെ 5 മണിക്ക് അലാറം സെറ്റ് ചെയ്യുക. അത് അടിയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് എഴുതുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വിഷ്വലൈസേഷൻ ചെയ്ത് വെച്ച് കൊണ്ട് വേണം, അല്ലെങ്കിൽ നിങ്ങളത് കണ്ട് ഹാപ്പിനെസ്സോടെ നിങ്ങൾ കണ്ടിട്ട് വേണം അത് എഴുതാൻ വേണ്ടിയിട്ട്. എഴുതുന്ന സമയത്ത് വേണമെങ്കിൽ അതൊന്ന് പറയാം, ഒന്നെങ്കിൽ അഫർമേഷൻ ചെയ്യാം, ഇല്ലെങ്കിൽ അതോടൊപ്പം തന്നെ വിഷ്വലൈസ് ചെയ്യാം. ഈ ഒരു ഫീലിംഗ് എപ്പോഴും നമ്മളെ ലോ ഓഫ് അട്രാക്ഷൻ്റെ മിസ്സിംഗ് ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീലിംഗ് ആണ്. ആ ഫീലിങ്ങോടെ കൂടെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി 28 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്തല്ലേ, 28 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബുക്ക് കത്തിച്ച് കളയുന്നത് നമ്മളെ ആഗ്രഹം പഞ്ചഭൂതങ്ങളിലേക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്.
ഇതിപ്പം നമ്മളുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും കാണുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഒരു ദിവസം ചെയ്യും, പിന്നെ കുറേ ദിവസം ചെയ്യില്ല, പിന്നെ ചെയ്യാൻ ശ്രമിക്കും. ഇതുകൊണ്ട് കാര്യമില്ല. നിങ്ങളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൽ ഒരു റീവയറിങ് നടക്കും. ഓക്കെ, ഇത് നടക്കുന്നതാണ്, അല്ലെങ്കിൽ ഇത് പവർഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണെന്നുള്ള ഒരു വിശ്വാസം ജനിക്കും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുമല്ലോ. ചില ആൾക്കാർ പറയും, മെസ്സേജ് അയക്കുന്ന സമയത്ത് പറയും, അതായത് ഇത്ര ദിവസം പ്രാക്ടീസ് ചെയ്തു, അന്നേരം ഗുണമുണ്ടായിരുന്നു, പിന്നെ സ്റ്റോപ്പ് ചെയ്ത്, പിന്നെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നില്ല എന്നുള്ളത്. മാനിഫെസ്റ്റേഷൻ എപ്പോഴും നമ്മളെ ഒരു ഹാബിറ്റാണ്, ഒരു ഹാബിറ്റ് ഫോർമേഷനിലൂടെയാണ് അത് സാധിക്കുക. അതാണ് ഞാൻ പറഞ്ഞത് 28 ദിവസം. ഇതിപ്പം നമ്മൾ മുൻപ് നൽകിയത് മാജിക് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ പ്രാക്ടീസ് 28 ദിവസമായിരുന്നു. അത് മാജിക് എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ നമ്മൾ ആ ക്ലാസ് അല്ലെങ്കിൽ പുസ്തകം മാത്രമല്ല, അതിൽ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ മെഡിറ്റേഷൻ, ഏകദേശം 3 മെഡിറ്റേഷൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലും നമ്മൾ വെറുതെ ഉള്ള മെഡിറ്റേഷനില്ല, ബൈനറി ബീറ്റ്സും സബ്ലിമിനൽ മ്യൂസിക്കും ആഡ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷനും നൽകിയത്. അതുകൊണ്ട് തന്നെ പലർക്കും ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ഇന്ന് തന്നെ ഒരു വ്യക്തി സൂയിസൈഡ് പ്രശ്നങ്ങളുണ്ടായ വ്യക്തിക്ക് വരെ ചേഞ്ച് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ, അതായത് നമ്മൾ ആ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള യൂസ് കൊണ്ടാണ്. അതുകൊണ്ട് ഇതെല്ലാം 369 എന്ന് പറഞ്ഞ മെത്തേഡ്. ഇനി എന്തെങ്കിലും ഇപ്പം 369ൻ്റെ മെത്തേഡിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചക്രങ്ങളുടെ ഓരോ ജസ്റ്റ് ചക്ര ഇങ്ങനെ ഹെഡ്സ് എന്ന് പറഞ്ഞ് അടിക്കുകയാണെങ്കിൽ ഓരോ ഹെഡ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെഡ്സ് ആണ്. അതോടൊപ്പം തന്നെ 108 108 എന്ന് പറയുന്ന നമ്പറിൽ ഇപ്പം ഹിന്ദുയിസത്തിൽ 108 ആണ്. 1 + 0 + 8 എത്രയാണ് 9 എന്ന് പറയുന്നത്. ഇപ്പം ഇസ്ലാമിലും തന്നെ ഇസ്ലാമിൽ എത്രയാണ് ചാറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഇങ്ങനെ ബീഡ്സ്, ആ മന്ത്ര ജപമാല എത്ര മുത്തുകളുണ്ടാകുക? 33 ഉണ്ട്, പിന്നെ 99 ഉണ്ട്. 99 33 3 + 3 6 99 മീൻസ് 9 + 9 18 പാണ്ട് +1 + 8 9 അല്ലേ? അന്നേരം ഇതെല്ലാം തന്നെ, അതായത് ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പേഴ്സ് ഇപ്പം എനിക്ക് തോന്നുന്ന ക്രിസ്ത്യൻസിൽ എത്ര നമ്പറാണുള്ളത്? 105 ആണോ? എനിക്ക് തോന്നുന്നു 105 ആണോ ബീഡ്സ് മീൻസ് ജപമാലയുള്ളത്? എത്രയാണ്? 101ആണല്ലേ? ഓക്കെ, 101ആണ്. അതെന്താണെന്ന് അറിയാം. എന്നാലും ഇതേപോലെ ഇപ്പം ചക്രയുടെ ഫ്രീക്വൻസി എന്നെങ്കിൽ റൂട്ട് ചക്രയുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 396 ആണ്. പിന്നെ സാക്ര ചക്രയുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 417 ആണ്. ഇതെല്ലാം കൂടുന്ന സമയത്ത് 369 എന്ന് പറഞ്ഞ സമ്മിലേക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടിലേക്കാണ് വരുന്നത്. അതേപോലെയാണ് നമ്മളെ ഓരോ ഫ്രീക്വൻസീസിലും നിങ്ങൾ കാണുന്ന ഓരോ നമ്പേഴ്സ് കൂട്ടി നോക്കുകയാണ് 3ഓ 6ഓ 9ഓ എന്ന് പറഞ്ഞ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ നമ്പേഴ്സിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ടെസ്ല കോഡ് എന്ന് പറയുന്നത്. ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഒരു കഴിഞ്ഞ തവണ ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ മാനിഫെസ്റ്റ് ചെയ്തെന്നുള്ള ഒരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തി. എന്നാലും ഇതേപോലെയാണ് നമ്മൾ ഈ പ്രാക്ടീസ് കൃത്യമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്ന് മാറുക. ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം അല്ലെങ്കിൽ 28 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ലെവലിൽ ഏകദേശം 4th ലെവലിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രാക്ടീസ് എന്ന് പറയുന്നത് ടെസ്ല കോഡ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. അതോടൊപ്പം തന്നെ, അതായത് നമ്മൾ നൽകുന്ന മെഡിറ്റേഷനും ടാസ്കിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടെസ്ല കോഡ് മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കുക. അടുത്ത 28 ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കപ്പ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ സ്റ്റോറീസ് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വേണമെങ്കിൽ ചോദിക്കാം. ചോദിച്ചോളൂ. നടുവേദന കാരണം ഒന്നും പറ്റുന്നില്ല സാർ. നടുവേദന കാരണമേ. ഹലോ. നടുവേദന കാരണം. ഓക്കെ. ആരോഗ്യത്തിന് ഭയങ്കര മോശം. ഒന്നിനും പറ്റുന്നില്ല. അതെന്താ ചെയ്യേണ്ടത്? എത്ര പ്രായമായി? ഹലോ. എത്ര പ്രായമായി? 40 വയസ്സായി. ഓ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരും കാരണം? 5 വർഷമായി. ഒരു വർഷം കിടപ്പായിരുന്നു. ഇല്ല സാർ, കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ ആയിരുന്നു. 1 വർഷമായി പായോടെ ഒട്ടിക്കിടക്കായിരുന്നു. ഒന്നിനും പറ്റാതെ. ഹോപ്നോ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഡിയർ ബോഡി ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഇതൊന്ന് അഫർമേഷൻസ് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹോപ്നോ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ആ ബോഡിയെ മനസ്സിൽ കണ്ടിട്ട് ആ ഒരു ഭാഗത്തെ വേദനയുടെ ഭാഗത്തോട്
ഐ എം സോറി, പ്ലീസ് ഫോർഗീവ്, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയുക. ഓക്കെ സാർ. പിന്നെ റേക്കിയോ പ്രാണിക്യോ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഹീൽ ചെയ്യുന്നത് നല്ലതാണ്. ശരി. ഓക്കെ, നല്ല മാറ്റം ഉണ്ടാവും. ശരി. ഓക്കെ, ഇനി ആർക്കെങ്കിലും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യേണ്ടത് ചെയ്യാം. നമ്മളെ ഈ ഒരു പറഞ്ഞു. ഹലോ, ഇത് കമ്പ്യൂട്ടറിൽ നമ്മൾ പിന്നെ സിസ്റ്റത്തിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നതിന്റെ എഫക്ട് ടൈപ്പ് ചെയ്ത കാര്യമില്ല, നമ്മളത് ന്യൂറോ പാത്വേ ക്രിയേറ്റ് ചെയ്യും നമ്മളെ ബ്രെയിനിൽ. ഇപ്പം പണ്ട് ഇങ്ങനെ ഇമ്പോഷൻ എഴുതിയ പോലെ തന്നെയാണ് എഴുതുന്നത്. ഇത് വേണമെങ്കിൽ നമ്മൾ ഒരു തവണ എഴുതിയിട്ട് കോപ്പി പേസ്റ്റ് അടിക്ക് നമ്മളത് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് അടിക്കുകയാണെങ്കിൽ അതിന്റെ എഫക്ട് ഇല്ല, ഉണ്ടാവില്ല. ഇല്ലല്ലേ? ഇത് തന്നെ വേണം. അതായത് മൊബൈലിൽ ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല, ഇത് തന്നെ വേണം. ഏത് സമയം നമ്മൾ കമ്മിറ്റ്മെന്റ് സൂക്ഷിക്കും. ഇല്ലെങ്കിൽ നമ്മളിപ്പം ഈ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ നമ്മൾ ഒരു തവണ ചെയ്തു, പിന്നെ കോപ്പി നമുക്ക് തന്നെ തോന്നും ഷോർട്ട് കട്ടിലേക്ക്, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, ഷോർട്ട് കട്ടിലേക്ക് വരും. കോപ്പി പേസ്റ്റ് ഇതൊരു എന്തോ ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലെയാണ്. നമ്മളത് കമ്മിറ്റ് ആകുന്ന സമയത്ത് അത് ഇപ്പോൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവം എന്ത് തന്നെ ആവാം, നമ്മൾ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മളൊരു കാര്യത്തിലേക്ക് കമ്മിറ്റഡ് ആകുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു വിശ്വാസം വരും, ഓക്കെ ഞാൻ കമ്മിറ്റഡ് ആണ്, ഇതിൻ്റെ റിസൾട്ട് ഇടുന്നില്ല. നമ്മൾ ഷോർട്ട് കട്ട് ഇപ്പം ഓരോ പ്രാക്ടീസ് നമ്മുടെ ലൈഫിൽ തന്നെ ഷോർട്ട് കട്ട് അടിക്കാൻ നമുക്ക് ഒരിക്കലും സക്സസ് ഉണ്ടാവില്ല. ചില ആൾക്കാർ പറയും ഇത്ര ദിവസം കൊണ്ട് ഇത്ര വലിയ കാര്യങ്ങളിലേക്ക് പോകുന്ന, ചില ആൾക്കാർക്ക് പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ സംഭവിക്കും, അടുത്ത ദിവസം തന്നെ അവർ വീണിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ത് തന്നെ ആവട്ടെ, ലൈഫിൽ നമ്മളൊരു ഡെയിലി ഹാബിറ്റ്, ഇപ്പം രാവിലെ എഴുന്നേറ്റിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഇക്കിഗായി തന്നെ പറയുന്ന കാര്യമാണ്, ഡെയിലി ഓരോ ചെറിയ കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ലൈഫിൽ വലിയ സക്സസ് ഉണ്ടാകും. ഒറ്റ ദിവസം തന്നെ ഒരു കാര്യം, ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനും മെഡിറ്റേഷൻ ആവട്ടെ, അതാണ് ഞാൻ പറഞ്ഞത് 28 ദിവസത്തുള്ള പ്രാക്ടീസ് നമ്മൾ കാര്യങ്ങൾ അല്ലെങ്കിൽ 365 ദിവസം ഈ ക്ലാസ് നൽകിയുള്ള കാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പം 28 ദിവസം കഴിഞ്ഞു, അതിനുള്ളിൽ തന്നെ കുറേ ചേഞ്ച് വരും, കുറേ സക്സസ് സ്റ്റോറീസ് വരും. പിന്നെ അതിനുശേഷം അവരെ ലൈഫിൽ പിന്നെ തകർന്നിട്ടുണ്ടാവും. അന്നേരം അതാണ് ഞാൻ പറഞ്ഞത്, ഈ 365 ദിവസം എനിക്ക് തോന്നുന്നത് വേറെ ട്രെയിനേഴ്സ് ഇതേപോലെ 365 ദിവസം ഇത്രയും മെഡിറ്റേഷനും ഇത്രയും ടാസ്കും നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. അന്നേരം അത് നൽകേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു വ്യക്തി എനിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു, അദ്ദേഹം സൂയിസൈഡിൻ്റെ വക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുവരെ അദ്ദേഹത്തിന് മാറ്റിയെടുത്തിട്ട് കുറേ കാര്യം, ഇപ്പം അദ്ദേഹത്തിന് പല വഴികളിലൂടെ പൈസ ഉണ്ടായി. ഇന്ന് വേറൊരു വ്യക്തി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ പ്രശ്നമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇന്നത്തെ ഓണത്തിന് കുറേ ഗിഫ്റ്റുകളും കുറേ പൈസയും ആൾക്കാർ കൊണ്ടുവന്ന് നൽകിയെന്ന് പറഞ്ഞു. നമ്മൾ ആ വൈബ്രേഷൻ ലെവൽ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ആ മെഡിറ്റേഷൻ ചെയ്യുക. പിന്നെയുള്ള കാര്യം നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. നീ എന്തെങ്കിലും ഹലോ പറഞ്ഞോളൂ. ഹലോ സാറേ, ദീപു എന്നാണ്, കായംകുളമാണ് സ്ഥലം. ദീപു എന്നാണ് പേര്, കായംകുളമാണ് സ്ഥലം. ഞാൻ ചോദിക്കാൻ പോകുന്ന എന്റെ ഒരു സംശയം, ഞാൻ ഹോട്ടൽ ഫീൽഡിലാണ്. അപ്പൊ ഞാൻ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോട്ടലിൽ നിന്ന് ഇപ്പം 2 months ആയിട്ട് ഞാൻ ഇപ്പൊ ഇറങ്ങി നിൽക്കുകയാണ്. പക്ഷെ അത് ചില സാങ്കേതിക കാരണങ്ങളാണ്, അവിടുത്തെ തന്നെ ഒരു സംബന്ധപ്പെട്ട കാരണം കൊണ്ടാണ് ഞാൻ സ്വയം ഇറങ്ങിയത്. പക്ഷെ എങ്കിലും എന്റെ വീടിന്റെ അടുത്തായതുകൊണ്ട് വീണ്ടും അത് അവിടെ ജോലിക്ക് കയറണമെന്നാണ് എന്റെ താല്പര്യം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഈ 369 മെത്തേഡ് ഉപയോഗിക്കാൻ സാധിക്കും. അന്നേരം നമ്മൾ അവിടെ എപ്പോഴും നമ്മൾ ഫീൽ ചെയ്യേണ്ടത് ഏതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്യണം എന്നല്ല എഴുതേണ്ടത്, ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ ഞാൻ മുന്നേ പറഞ്ഞ ദീപു? ദീപു, ഞാൻ ഡെയിലി 4:30 എണ്ണിച്ച് സാറിന്റെ ഇത് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഓപ്പനോ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഞാൻ എഴുതുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം ഞാൻ നോട്ട് ചെയ്ത് എഴുതുന്നുണ്ട്. അത് വന്നോളൂ. നമ്മൾ നൽകിയ മെഡിറ്റേഷൻ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്, കിട്ടിക്കോളൂ. ഇപ്പം തന്നെ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ, ഫസ്റ്റ് തന്നെ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്റ്റോറി കാണുകയാണെങ്കിൽ അവരെ സക്സസ് സ്റ്റോറി ഉണ്ടായിരുന്നു, പേര് വെളിപ്പെടുത്തിയില്ല. അന്നേരം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ തന്നെ കുറേ ഈവൻ എത്രയോ 5-6 വർഷമായിട്ട് അദ്ദേഹം ഗ്യാപ്പ് എടുത്തിരുന്നു. ഫസ്റ്റ് തന്നെ MNC കമ്പനിയിലേക്ക് ജോലി കിട്ടി. ഈവൻ നമ്മളെ ഇങ്ങനെ ഡ്രീം ജോബ് മാസ്റ്ററി എന്ന് പറഞ്ഞ കോഴ്സ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 13 പേർക്കാണ് ഗവൺമെൻറ് ജോലി കിട്ടി, പ്രൈവറ്റ് സെക്ടറിൽ ജോലി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്.
നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് അതായത് ഏത് ഹോട്ടലിലാണോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, ചിലപ്പോൾ നിങ്ങൾ കൃഷ്ണനിലോ ക്രിസ്തുവിലോ അള്ളാഹുവിലോ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് നന്ദി പറയാം. ചില ആൾക്കാർ പറയാറുണ്ട്, അതായത് ഞാൻ ഇന്ന മതവിഭാഗത്തിലുള്ള വിശ്വാസമാണ്, അന്നേരം യൂണിവേഴ്സ് എന്ന് പറയുന്നതും എൻ്റെ ദൈവം എന്ന് പറയുന്നതും വ്യത്യാസമാണോ, ഏതാണ് ശക്തി എന്നുള്ള രീതിയിൽ നമ്മളെ ഉപബോധ മനസ്സ് പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് നിങ്ങൾ മതവിശ്വാസം അനുസരിച്ചുള്ള ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുകയും കുട്ടിക്കാലം മുതൽ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും യൂണിവേഴ്സ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ അള്ളാഹുവിന് നന്ദി, അല്ലെങ്കിൽ കൃഷ്ണന് നന്ദി, അല്ലെങ്കിൽ ക്രിസ്തുവിന് നന്ദി എന്ന രീതിയിൽ എഴുതി വെക്കുക. യൂണിവേഴ്സ് എന്ന് പറയുന്നതും ദൈവം എന്ന് പറയുന്നത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കാണുന്ന രീതിയിലാണ് നിങ്ങളെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നതെങ്കിൽ നിങ്ങൾ അതിൽ നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ദൈവം ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ യൂണിവേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഒരു യൂണിവേഴ്സ് മീൻസ് എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ യൂണിവേഴ്സ് എന്ന രീതിയിലുള്ളത്. അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ആ ഒരു അഫർമേഷൻ ഒന്ന് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ വെൽത്ത് മാസ്റ്ററി എന്ന് പറഞ്ഞ കോഴ്സ് ഈ അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ സന്ധ്യ, ഈ അടുത്ത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ഈ ടെസ്ല കോഡ് എഴുതുന്ന സമയത്ത് സർ അത് ഓരോ ദിവസം ഡിഫറെന്റ് ഐറ്റം വിഷസ് എഴുതാവോ അല്ല അഫർമേഷൻ എഴുതാവോ അല്ല 28 days ഒരേ അഫർമേഷൻ ആണോ എഴുതേണ്ടത്? അല്ല, ഒരേ അഫർമേഷൻ അല്ല, ഓരോ കാര്യങ്ങൾക്കും ഓരോ ദിവസവും. അതായത് നമ്മൾ ഇതിൽ ടെസ്ല കോഡിൽ നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഓരോ ദിവസവും ഓരോ ലക്ഷ്യങ്ങൾ 28 ലക്ഷ്യങ്ങളിൽ ഒന്ന് ഫസ്റ്റ് ദിവസം ആദ്യത്തെ ലക്ഷ്യം, രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ലക്ഷ്യം, ഓരോ ദിവസവും എഴുതി വെക്കുക വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ. ഏതൊക്കെ ദിവസമാണോ ആ ദിവസമുള്ള നമ്പർ ലക്ഷ്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് പ്രസന്റ് കണ്ടിന്യൂസിലോ തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. മൊബൈലിൽ അലാറം സെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കൂടുതൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾ സ്ട്രെസ്ഡ് ആകാൻ പാടില്ല. നിങ്ങൾ ഓക്കെ അത് സംഭവിച്ചു, ഇനി ഇന്നത്തെ ദിവസം മുതൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ഞാൻ പറയുന്നത്. ഗ്രൂപ്പിൽ ചില ആൾക്കാർ പുതിയ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്താ ഏതാണെന്ന് അറിയില്ല, ഫസ്റ്റ് മുതൽ അയച്ചിരുന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയും ഇന്ന് മുതലുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഓരോ ടാസ്കുകളും കാര്യങ്ങളെല്ലാം തന്നെ വോയിസ് ആയിട്ട്, വീഡിയോ ആയിട്ട്, മെഡിറ്റേഷൻ ആയി, പോസ്റ്റേഴ്സ് ആയിട്ട് കൃത്യമായ രീതിയിൽ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹലോ സാർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഞാനിപ്പോ 34 വയസ്സായിട്ടുണ്ട്. ഒരു 6 വർഷത്തോളം PSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് പ്രഗ്നൻസി, പിന്നെ കുട്ടികളുടെ കാര്യം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഒരു മെയിൻ ലിസ്റ്റിൽ വന്നു, പക്ഷെ എനിക്ക് ഫിസിക്കൽ കിട്ടിയില്ല. അങ്ങനെ ആ ഒരു ചാൻസ് നഷ്ടപ്പെട്ടു. ഇപ്പം ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ എനിക്ക് ഒരു കട്ട് ഓഫ് റേഞ്ച് ആ ഒരു റേഞ്ചിലേ എത്താൻ പറ്റുള്ളൂ. അതും ചാൻസ് ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ഇനി വരുന്ന ആഴ്ച എനിക്ക് എക്സാം ഉണ്ട്, 26-നും 28-നും ഉണ്ട്. അപ്പം അതിലൊക്കെ എനിക്കൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓക്കെ, അത് ഒന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യുന്നത്, അതാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ അത് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ഓൾറെഡി ലിസ്റ്റ് വന്നതിനെ കൊണ്ട് പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ ഇതിൽ ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ രൂപത്തിൽ തന്നെ ചേഞ്ച് വന്നതെന്ന് വെച്ചാൽ നമ്മളെ മൊബൈലിൽ മുന്നേ ഉള്ള വീഡിയോസോ കാര്യങ്ങളോ ചെയ്യുന്ന സമയത്ത് എൻ്റെ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു നമ്മളെ രൂപത്തിലുള്ള ചേഞ്ച്, അതോടൊപ്പം തന്നെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഡ്രീം ജോബ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം, ഓക്കെ, അതിലൊരു പ്രാക്ടീസാണ് ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറഞ്ഞത്. നമ്മൾ ഏത് ജോലിയാണ് ആഗ്രഹിക്കുന്നത് അത് ഓൾറെഡി അതായി എന്ന രീതിയിൽ നമ്മൾ ഡ്രസ്സ് ചെയ്യുക, അതോടൊപ്പം തന്നെ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുക എന്നുള്ള ഒരു ടാസ്ക് ഡ്രീം ജോബ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ നൽകിയിരുന്നു. നേരം അതിലൂടെ പലർക്കും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഏകദേശം 3 സ്റ്റോറീസ് മാത്രമാണ് യൂട്യൂബിൽ നൽകിയത്. അതിനുശേഷം കുറേ സ്റ്റോറീസ്, ഇപ്പം ഫസ്റ്റ് വർണ്ണ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇതേപോലെ തന്നെ ഫസ്റ്റ് റാങ്കാണ് അവർക്ക് PSC കിട്ടിയത്. അവർ വോയിസ് ആയി അയച്ചു തന്നിട്ടുണ്ട്, വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം തന്നെ കുറേ പേരുടെ ലൈഫിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു വ്യക്തിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചാൻസ് തന്നെ റാങ്കിൽ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി അതാണ്. അതിനു വേണ്ടി നിങ്ങൾ എന്ത് ഹാബിറ്റിനെ ഫോം ചെയ്യുക, രാവിലെ എഴുന്നേറ്റിട്ട് കുളിക്കുക, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക. നിങ്ങൾ ജോലി ഓൾറെഡി കിട്ടി, അതാണ് ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ്. ഞാൻ എൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതുപോലെ സാർ, ഞാൻ ഇപ്പം ഒരു എക്സാമിന് ഇപ്പം ഡിഗ്രി പ്രിലിംസ് ഒക്കെ ക്വാളിഫൈഡ് ആവുന്നു. അപ്പം ചെറിയ ഡ്യൂറേഷനിൽ ഓരോ നമ്മളെ ലക്ഷ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പം എനിക്കിപ്പം വരുന്ന ആഴ്ച എസ് എക്സാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് LDC ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേറെ എക്സാം. അപ്പൊ നമുക്കൊരു ഫോക്കസ്, ഒരു നിശ്ചയ കാര്യത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഈ ഒരു ജോബ് എന്നുള്ള രീതിയിൽ ഞാൻ മുമ്പ് LP UP എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ മുന്നിൽ വരുന്ന എല്ലാ എക്സാമും ഏതെങ്കിലും ഒന്ന് ക്വാളിഫൈഡ് ആവുക എന്നുള്ള രീതിയിൽ ഒരു സ്പെസിഫൈഡ് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് മീൻസ് ഈ മാനിഫെസ്റ്റേഷൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ തോട്ട് എനർജി, നമ്മളെ ഇമോഷൻ എനർജി, അതോടൊപ്പം തന്നെ പല എനർജീസും നമ്മൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യും. നമ്മളിപ്പം ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പെൻസിൽ വെച്ചിട്ട് എങ്ങനെയാണ് പേപ്പർ കത്തിക്കുന്നത്, അതുപോലെ തന്നെയാണ് മാനിഫെസ്റ്റേഷൻ. നമ്മുടെ തോട്ട്, അതായത് നമ്മൾ ചിന്തിക്കുന്ന തോട്ട്സ് എപ്പോഴും മാനിഫെസ്റ്റ് ആകുന്നുണ്ട്. ഞാൻ ആദ്യം ചെറുപ്പത്തിലെല്ലാം അല്ലെങ്കിൽ ഒരു സമയത്ത് ഇതൊന്നും നടക്കില്ല, ചുമ്മാ നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ വരെ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അത് നെഗറ്റീവായുള്ള കാര്യമാണ് നടന്നത്. നമ്മൾ ആ തോട്ട്സ് നമ്മളെ ഓരോ കണ്ടിന്യൂസ് ആയിട്ട്, നിങ്ങളിപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മാനിഫെസ്റ്റേഷൻ നടക്കില്ല. മാനിഫെസ്റ്റേഷൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിൽ നിന്ന് ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടും. ശ്രദ്ധ എവിടെയാണുള്ളത് അവിടെയാണ് നിങ്ങൾ തോട്ട് എനർജി പാസ് ചെയ്യുക. തോട്ട് എനർജി എവിടെയാണോ പാസ് ചെയ്യുന്നത് അവിടെയാണ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുക. സാർ ഒരു ഡൗട്ട്. അല്ല സാർ ഒരു ഡൗട്ട് ചോദിച്ചോ. പിന്നെ എല്ലാ ദിവസവും ഒരു കാര്യം തന്നെ എഴുതുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ സാറ്? ഇല്ല, അത് നിങ്ങൾക്ക് അത് മാത്രമാണ് വേണ്ടതെങ്കിൽ അത് മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ പിന്നെ നമുക്ക് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ചില ദിവസങ്ങളിൽ നമുക്ക് പ്രോഗ്രാമിനൊക്കെ ദൂരെ പോകേണ്ടി വരും. അപ്പൊ രാവിലെ നമുക്കിത് ചെയ്യാൻ പറ്റും, ഉച്ചക്കത്തെ സമയം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ഫസ്റ്റ് തൊട്ട് തുടങ്ങേണ്ടി വരുമോ? അതോ അത് ഏത് ദിവസമാണ് ഗ്യാപ്പ് ഇടുന്നത് ആ ദിവസം മുതൽ തുടങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 28 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ആണല്ലോ. ഇപ്പോൾ ഒരു ദിവസം, ഇപ്പോൾ 4ാമത്തെ ദിവസം വിട്ടുപോയി, 5ാമത്തെ ലക്ഷ്യം മുതൽ സെറ്റ് ചെയ്താൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. ആ ഫ്ലോ, അതായത് നമ്മളെ ആ ഫ്ലോയോടൊപ്പം തന്നെ നമ്മൾ പോവുക എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ചില സമയം ഓർക്കാപ്പുറത്താണല്ലോ നമുക്ക് പ്രോഗ്രാം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ സമയത്താണ് നിങ്ങൾക്ക് അവിടെ പോകുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് 5 മിനിറ്റ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ? നമ്മൾ അവിടെ പ്രോഗ്രാമിന്റെ സമയത്താണ്, ഉച്ച സമയമൊക്കെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം? പറ്റിയില്ലെങ്കിൽ പറഞ്ഞ കാര്യമില്ല, നേരം അത് ചെയ്താൽ മതി. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് 28 ദിവസം ഓരോ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വേരിയേഷൻ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിൽ കുറേ സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ, മാനിഫെസ്റ്റേഷൻ ഒരു പ്രോബ്ലമാണ്. ഒരു കാര്യം മാത്രം ഭയങ്കര സ്ട്രെസ്സായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മളെ ഉള്ളിൽ തന്നെ നെഗറ്റീവ് തോട്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അയ്യോ അത് നടക്കുന്നില്ലല്ലോ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ എന്ന രീതിയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിറ്റാച്ച്മെന്റ്, അതായത് കുറേ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. പക്ഷെ അത് എപ്പോഴും നമ്മൾ വിശ്വസിക്കണം, അത് നടക്കും, അത് നടക്കേണ്ട സമയത്ത് അത് നടക്കും എന്നുള്ള ഒരു വിശ്വാസം വെക്കണം. അല്ലാതെ നിങ്ങൾ ഇപ്പം ടൈം ഡ്യൂറേഷൻ ഒരിക്കലും ലോ ഓഫ് അട്രാക്ഷനിലോ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിൽ ടൈം ഡ്യൂറേഷൻ കൊടുക്കാൻ പാടില്ല. അത് ചില ആൾക്കാർ പറയും ഇന്ന ഡേറ്റിനുള്ളിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മളെ കഴിഞ്ഞ തവണ ഒരു ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു സന്ധ്യ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേറ്റിനുള്ളിൽ നടക്കുന്നില്ല, അത് കഴിഞ്ഞിട്ടാണ് നടക്കുന്നത്. അതെന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ച സമയത്ത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ചെടി, ഇപ്പോൾ ഒരു വിത്ത് നമ്മൾ ഇങ്ങനെ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു വിത്തിന് പാകപ്പെട്ടിട്ട് മുളയ്ക്കാനുള്ള ഒരു സമയമുണ്ട് അല്ലേ. അത് ഇന്ന് ഞാൻ നട്ടു, വെള്ളം ഒഴിച്ചു, അടുത്ത ദിവസം അത് മരമൊന്നും ആവില്ല. അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ട് മാനിഫെസ്റ്റേഷനിൽ. അന്നേരം അത് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പ്രാക്ടീസും കാര്യങ്ങളും ചെയ്യുക. എല്ലാം തന്നെ യൂണിവേഴ്സിൽ ഇപ്പം സാൻഡറിങ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്, ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറഞ്ഞ കാര്യം. ലെറ്റ് ഇറ്റ് ഗോയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നടക്കും. ഈവൻ വെൽത്ത് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം, ഇപ്പം നേരത്തെ ചോദിച്ച വെൽത്ത് മാസ്റ്ററി, അതിൽ തന്നെ എത്രയോ പേർക്ക്, ഇപ്പോൾ ശ്യാമ എന്ന് പറഞ്ഞ വ്യക്തി, പിന്നെ ബീന എന്ന് പറഞ്ഞ വ്യക്തി, അവർ മെഡിറ്റേഷൻ പറയും. ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞോട്ടെ, എന്റെ അനുഭവം. സജിനയാണേ. സജിന പറഞ്ഞോളൂ. കണ്ണൂരുള്ള ആളാണ് സാർ. ഇപ്പം യെസ്. ഇന്ന് ഞാൻ ലിങ്ക് രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ടൈം എന്താ പറയണേ, ഇതെല്ലാം യൂണിവേഴ്സിന്റെ ഒരു എന്താ പറയണേ അനുഗ്രഹമാണ്. എനിക്കൊരു സക്സസ് സ്റ്റോറിയും കൂടി ഉണ്ട്, അതും കൂടി പറയാന്ന് വിചാരിച്ചു. സാറ് പറഞ്ഞതിന്റെ കണ്ടിന്യൂ.
ഇന്നത്തെ ദിവസം ഓണം, ഞാനൊരു ആഘോഷ ദിവസം വിഷു ആയിരുന്നു എഴുതി വെച്ചത്. കഴിഞ്ഞ വർഷം എൻ്റെ ഫാമിലിയുള്ള അമ്മ മരിച്ചതിന് ശേഷം ഫാമിലി എല്ലാം ഒത്തുകൂടണല്ലോ. അപ്പൊ കഴിഞ്ഞ വർഷം, ഒരു വർഷം കഴിഞ്ഞ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയിലെ ഏട്ടൻ ഫാമിലി, അനിയൻ ഫാമിലി, പെങ്ങള് ഫാമിലി, അങ്ങനെ എല്ലാവരും ഒത്തുകൂടിയിട്ട് ഒരു ഓണം ആഘോഷിക്കണം, ഒരു ആഘോഷിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. ഇന്ന് എനിക്കത് സാധിച്ചു. അതായത് ഞാൻ എഴുതി വെച്ചത് കുറെ മുന്നേ ആയിരുന്നു. കഴിഞ്ഞ വർഷം വിഷുവിന് എഴുതി വെച്ചതായിരുന്നു. അത് ഞാൻ ലെറ്റ് ഗോ ചെയ്തതിന് ശേഷം ഇന്നലെ യാദൃശികം ഞാൻ ഇന്ന് ഇത് നടക്കുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ദിവസമായിരുന്നു. എനിക്കത് സാധിച്ചു. വളരെ സന്തോഷം. ലെറ്റ് ഗോ ചെയ്തതിന് ശേഷം അത് വേറെ ഒന്നും കൂടിയുണ്ട്. ഞാന് എന്റെ ഡ്രീമിലെ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചതിൽ ഡയമണ്ടിന്റെ ഒരു റിങ് മക്കൾക്ക് ഓരോന്ന് വാങ്ങിക്കൊടുക്കണം എന്ന് ആഗ്രഹിക്കല്ലോ, അത് ഇന്നലെ ശരിക്കും ഡയമണ്ട് വാങ്ങാൻ വേണ്ടി പോയതേ അല്ല. പക്ഷേ എന്ത് ചെയ്തു, ഡയമണ്ടിന്റെ റിങ് എനിക്ക് എന്ത് ചെയ്തു, മോക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റി. ഞാൻ കാണിക്കാം. ഒരു അതാ പറയുന്നത്, നമ്മുടെ ഒരു സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ ലെറ്റ് ഗോ ചെയ്തതിന് ശേഷമാണ്. അത് ടൈം പീരീഡ് വെക്കാൻ പാടില്ല എന്നല്ല എനിക്ക് മനസ്സിലായി. അതെ അതെ, ടൈം പീരീഡ് വെക്കാൻ പാടില്ല. ഈവൻ എൻ്റെ ഡ്രീം ജേർണൽ ആണെങ്കിൽ ഞാൻ അതിൻ്റെ ഷെൽഫിലായിട്ട് കാണിക്കായിരുന്നു. അതായത് നമ്മൾ ആ ടൈം പീരീഡ്, ഇപ്പം സജ്ജന എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ബിസിനസ്സുകാരിയാണ്. കുറേ കാര്യങ്ങൾ ഇപ്പം നമ്മളെ എത്രയോ മുന്നേ ഉള്ള ബേസിക് ക്ലാസ് മുതൽ ജോയിൻ ചെയ്യും, എല്ലാ ക്ലാസ്സുകളിലും ജോയിൻ ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. ഈവൻ യു ക്യാൻ ഇൻസ്പയർ അതേഴ്സ് എന്ന് പറഞ്ഞ വീഡിയോ സീരീസ് ഇതുവരെ കഴിഞ്ഞിരുന്നു. ഇനി സ്റ്റാർട്ട് ചെയ്യുന്നതിലെ ഒരു സ്റ്റോറി ഇദ്ദേഹത്തിൻ്റെയാണ് ഇടാൻ ആഗ്രഹിക്കുന്നത്. ബിസിനസ് ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ലെറ്റ് ഇറ്റ് ഗോ അല്ലെങ്കിൽ ആ ലെറ്റ് ഇറ്റ് ഫ്ലോ എന്ന് പറയുന്ന കാര്യത്തിലൂടെയാണ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുകയുള്ളൂ. ഇപ്പം എങ്ങനെയാണ് ചെയ്യുക, ലെറ്റ് ഇറ്റ് ഗോ എങ്ങനെയാണ് ചെയ്യുക? ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുരുക്ഷേത്ര യുദ്ധത്തിൽ ഈ ഗീത ഉപദേശം കൊടുത്ത സമയത്ത് അർജുനൻ പറയുന്ന കാര്യമുണ്ട്, സർവധർമാൻ പരിത്യജ മാമേകം ശരണം പ്രജ. അതായത് എല്ലാം തന്നെ നിന്നിൽ ശരണമടയുന്നു പ്രാർത്ഥ എന്ന രീതിയിൽ. ക്രിസ്തുവിൻ്റെ കാര്യങ്ങളിൽ, ക്രിസ്തുവിൻ്റെ സ്റ്റോറി എടുക്കാൻ തന്നെ ഒരു തവണ കുരിശിലേറ്റപ്പെടുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നിൻ്റെ വിധി നടപ്പിലാകട്ടെ, നിൻ്റെ ആഗ്രഹം നടപ്പിലാകട്ടെ എന്ന രീതിയിൽ. അതായത് നമ്മളെ എന്താണോ ആഗ്രഹം അത് സർവശക്തനായ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിലൂടെയാണ് ലെറ്റ് ഇറ്റ് ഗോ മീൻസ് ലെറ്റ് ഇറ്റ് ഗോഡ് എന്നുള്ളതാണ്. ഇതിലൂടെ നിങ്ങൾ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ, അത് ചെറുതാവട്ടെ വലുതാവട്ടെ. ഇപ്പോൾ സജ്ജന എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം വലിയൊരു മാനിഫെസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇപ്പം ഡയമണ്ട് റിങ്ങോ നെക്ലേസോ കാര്യങ്ങളോ മേടിച്ചിട്ടുണ്ട്, ബിസിനസ്സിൽ ഗ്രോത്ത്, അങ്ങനെ ഓരോ ഗ്രോത്തുകളും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന കാര്യം കൃത്യമായ രീതിയിൽ അത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരിക്കലും അതൊരു പ്രാക്ടീസ് അല്ല, മറിച്ച് നമ്മളുടെ ഒരു സമർപ്പണഭാവം. നമുക്ക് വേണ്ട കാര്യങ്ങൾ ദൈവത്തിനറിയാം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ശക്തിക്കറിയാം എന്താണ് നടക്കേണ്ടത്, അത് ഏത് സമയത്ത് നടക്കുന്നില്ല. ചില റിലേഷൻഷിപ്പ്, ഇപ്പം നമ്മുടെ റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് കുറേ പേർക്ക്, വളരെ കുറച്ച് പേർക്ക്, കുറേ പേർക്ക് ക്ലാസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പം നമ്മൾ യൂട്യൂബിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, കുറേ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുന്ന സമയത്തും അതിൽ എപ്പോഴാണോ നമ്മളിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്, സെൽഫ് ലവ് ചെയ്യുന്നത്, അന്നേരം അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുമുള്ള ഫേക്കായിട്ടുള്ള ആൾക്കാരെ, നിങ്ങൾ കാണുന്ന എല്ലാ ബന്ധങ്ങളും നിങ്ങളെ ബെനിഫിറ്റിന് അല്ലെങ്കിൽ നിങ്ങളെ അംഗീകരിക്കുന്ന ബന്ധങ്ങളാണില്ല, നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന ബന്ധങ്ങളുണ്ടാവും. അന്നേരം നമ്മൾ ഈ ലെറ്റ് ഇറ്റ് ഗോയും സമർപ്പണ ഭാവത്തോടെ കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഫേക്കായിട്ടുള്ള ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ ലൈഫിൽ നിന്ന് അകന്നു പോവുകയും വളരെ പെട്ടെന്ന് തന്നെ, ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ എന്നിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആദ്യം തന്നെ നഷ്ടങ്ങളാണ്. ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്, നമ്മളെ സ്നേഹിക്കുക എന്നല്ല. അത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എൻ്റെ ബന്ധങ്ങളെല്ലാം തന്നെ നമ്മളെ കൂടെയുള്ള ഫ്രണ്ട്ഷിപ്പായാലും ബന്ധങ്ങളായാലും ഫസ്റ്റ് തന്നെ ഇല്ലാതാകുകയാണ് ചെയ്തത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം എന്നെ സ്നേഹിച്ചിരുന്നില്ല, ഞാനും എന്നെ സ്നേഹിച്ചിരുന്നില്ല. ഞാൻ എപ്പോഴാണ് എന്നെ സ്നേഹിച്ചത്, എൻ്റെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തത്, അന്നേരം മുതൽ ആ നിമിഷം മുതൽ എനിക്ക് എൻ്റെ ഗ്രോത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എൻ്റെ അടുത്ത ലെവലിലേക്ക് പോകേണ്ട വ്യക്തികൾ, സാഹചര്യ, സമ്പത്ത് എല്ലാം തന്നെ എന്നിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഇപ്പം സജ്ജന തന്നെ കുറേ സക്സസ് സ്റ്റോറീസ് നമ്മളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് അവർ ബേസിക് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പിന്നെ 2-3 കോഴ്സിലും ജോയിൻ ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം താങ്ക് യു സോ മച്ച് സജ്ജന. ഓക്കെ, താങ്ക് യു. ഓക്കെ താങ്ക് യു സർ, താങ്ക് യു. സന്തോഷം. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഇതേപോലെ സ്റ്റോറീസ്, സക്സസ് സ്റ്റോറീസ് നമുക്ക് യൂട്യൂബിൽ തന്നെ ചെയ്യാം, നല്ല രീതിയിൽ തന്നെ ചെയ്യാം കേട്ടോ.
ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ, അന്നേരം ഇതെല്ലാണ് ഹലോ ആ കേൾക്കാമോ? ഓക്കെ, അന്നേരം ഇതേപോലുള്ള സക്സസ് സ്റ്റോറീസ് ആണ്. നീ ആർക്കും ഇതേപോലുള്ള കാര്യങ്ങളിൽ ഷെയർ ചെയ്യാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, ചോദിച്ചോളൂ. നമസ്കാരം. നമസ്കാരം. എന്റെ സംശയം, ഞാനൊരു 10K അഫർമേഷൻ എന്ന് പറഞ്ഞൊരു ഇത് ഞാൻ കണ്ടിരുന്നു. അത് 10,000 എവിടെയാ കണ്ടത്? ഞാനൊരു യൂട്യൂബിൽ കണ്ടതാണ്. അത് എഴുതുകയാണോ നമ്മൾ, അത് നമ്മൾ ചിന്തിക്കുകയാണോ ചെയ്യേണ്ടത്? 10K എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ കേട്ടിട്ടില്ല. 10,000 ടൈംസ് നമ്മൾ അഫർമേഷൻസ്. അത് ചില അത് എഴുതല്ല, അത് കേട്ടാൽ മതി. 10,000 ടൈംസ് ഒരിക്കലും എഴുതൽ പോസിബിൾ അല്ലല്ലോ, കേട്ടാൽ മതി. 10,000 എന്ന് പറയുന്ന സമയത്ത് എത്ര മണിക്കൂർ ഉണ്ടാവും മെഡിറ്റേഷൻ? അല്ല, അത് പോസിബിൾ അല്ല, അതാണ് എനിക്കറിയാൻ വേണ്ടി. ചുമ്മാ അതല്ല, ചുമ്മാ ഇവൻ ഞാൻ തന്നെ മറ്റേ ഈ ഹോപ്പിനോപ്പിനോ മെഡിറ്റേഷൻ 108 തവണ അത് തന്നെ കുറെ പറഞ്ഞ് നമുക്ക് തന്നെ ഒരു ബോറടിക്കും. നമ്മളെ മെഡിറ്റേഷൻ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. ഇതെല്ലാം ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ സാർ. നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതേ ഇപ്പം വൈകുന്നേരം ചെയ്യുന്നോണ്ട് പ്രോബ്ലം ഉണ്ടോ എന്തെങ്കിലും? വൈകുന്നേരം ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല. കഴിയുന്നതും നമുക്കൊരു റിസൾട്ട് വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പും രാവിലെ എഴുന്നതിന് ശേഷമാണ് ചെയ്യേണ്ടത്. അതിന് കാരണം ഗോൾഡൻ ടൈം എന്ന് പറയും. നമ്മുടെ ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിൽ നിന്ന് ബോധ മനസ്സിലേക്കും ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്കും പോകുന്ന ടൈമാണ്. നമ്മളൊരു ട്രാൻസ് സ്റ്റേജിലേക്ക് പോയിട്ട് നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ, ഇപ്പോൾ ഏതെങ്കിലും മൊബൈലിൽ വീഡിയോസോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതാണ് കിടക്കുക. പിന്നെ സാറിനോട് പറയുകയാണെങ്കിലേ, ഇപ്പം ഈ മെഡിറ്റേഷൻ ചെയ്ത സമയത്ത് എനിക്ക് ഒരു ജോലി കിട്ടിയായിരുന്നു. പക്ഷെ ആ 1 മാസം കൊണ്ട് എനിക്ക് പിന്നെ അതേപോലെ ഇറങ്ങേണ്ടി വരികയും ചെയ്തായിരുന്നു. എന്നെ ഈ സീനിയർ ഓഫീസർമാരുടെ ഒരു ടോർച്ചറിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം എനിക്ക് അത് റിസൈൻ ചെയ്യേണ്ടി വന്നു. പിന്നെ റെയിൽവേ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ റെയിൽവേ ജോബാണ്. എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. അതെ, അത് ഞാൻ പറഞ്ഞ പോലെ പ്രാക്ടീസ്, ഈ മെഡിറ്റേഷൻ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുക. ഈവൻ ടെസ്ല കോഡ് മാനിഫെസ്റ്റേഷൻ ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് സാർ, അപ്പം എനിക്ക് ഇതിന്റെ ഐഡിയാസ് അത് നമ്മൾ ഇനി 28, ഇന്ന് 27ആണ്, 28ാം ദിവസം കഴിയുകയാണെങ്കിൽ ആദ്യം മുതൽ, അതായത് മുന്നേ നൽകിയ പല മെഡിറ്റേഷൻ ടാസ്കുകളെല്ലാം തന്നെ വീണ്ടും നമ്മൾ നൽകുന്നുണ്ട്. അന്നേരം ഏകദേശം ധാരണ കിട്ടിക്കോളും. സർ, ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. അപ്പം മെഡിറ്റേഷന് പകരം നമ്മളിപ്പം രാവിലെ സുബഹിയുടെ മുമ്പ് തന്നെ നമുക്കൊരു നിസ്കാരമുണ്ട്. നിസ്കാരം നമുക്കൊരു മെഡിറ്റേഷൻ രീതിയിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, മെഡിറ്റേഷൻ നിങ്ങൾ ഈവൻ ഇസ്ലാമിലെ ആ നിസ്കാരം എന്ന് പറയുന്നത് തന്നെ ഒരു മെഡിറ്റേഷൻ ആണ്. തഹജ്ജുദ് നിസ്കാരം എന്ന് പറയും. നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് അത് റെയർ ആയിട്ടുള്ള ആൾക്കാരെ ചെയ്യുള്ളൂ. ആ സമയത്ത് എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്ന, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്. അല്ല, അത് ചെയ്താൽ മതി. അത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗുണമുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്താൽ മതി. ഓക്കെ, ഹലോ, കേൾക്കാമോ? ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് നെറ്റിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതായത് ഇതെല്ലാം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇന്ന് മെയിനായിട്ടുള്ള കാര്യം ടെസ്ല കോഡ് മാനിഫെസ്റ്റേഷൻ ആണ്. അന്നേരം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ
ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ നമ്മളെ അടുത്ത ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഒരു ഡൗട്ട്, ചോദിച്ചോളൂ. ഈ 369 3 ടൈം എഴുതുമല്ലോ, രാവിലെ 3, ഉച്ചയ്ക്ക് 6, ആ സമയത്ത് 3 സമയത്ത് നമ്മൾ ഒരേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണോ ഒരേ എഴുതുന്നത്? സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ. അതെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം നമ്മൾ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് 3 തവണ 6 തവണ 9 തവണ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ചെയ്ത്. ഓക്കെ, ഒരു കാര്യത്തിനെ പറ്റി തന്നെ 3 സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെ അല്ലേ? സെയിം സ്റ്റേറ്റ്മെന്റിന് എഴുതുക. അടുത്ത ദിവസം സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരും. ഓക്കെ, മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ ദിവസം ഓരോ കാര്യത്തിന് വേണ്ടി ചെയ്യാമല്ലോ. അതെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ കോഴ്സിൽ അങ്ങനെയാണ് പറയുന്നത്. താങ്ക് യു സോ മച്ച്. സാറേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. സാറേ ഇപ്പൊ നമുക്കൊരു 6 വിഷസ് ആണ് ഉള്ളതെങ്കിൽ ഈ 369 ആ 6 വിഷസ് 6 ദിവസം ചെയ്ത് കഴിഞ്ഞ് പിന്നെയും ഫസ്റ്റ് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതിയോ? പ്രധാനപ്പെട്ട 6 ലക്ഷ്യം മാത്രമേ ഉള്ളൂ എങ്കിൽ 6 തവണ കഴിഞ്ഞിട്ട് വീണ്ടും 6 തവണ ആറാമത്തെ 1 2 3 4 5 6 പിന്നെ 1 2 3 4 5 6 അങ്ങനെ ഉപയോഗിക്കാം. താങ്ക് യു സോ മച്ച്. നമുക്കൊരു ഈവനിങ് എഴുതാൻ പറ്റുമോ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട്? ഇല്ല, അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ടൈം ഡ്യൂറേഷൻ അല്ല ടൈം വെക്കുകയാണെങ്കിലാണ് നല്ലത്. ജസ്റ്റ് ഇതൊരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത രീതിയിലേക്ക് മാറും. നമ്മൾ ഒരു ലൈഫിൽ ആർക്കാണോ കമ്മിറ്റ്മെന്റ് ഉള്ളത്, അത് നമ്മളോടാവാം, നമ്മുടെ ലക്ഷ്യത്തിനോടാവാം, ഫാമിലിയോടാവാം, ഇവിടെയാണ് കമ്മിറ്റ്മെന്റ് നമ്മൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ മാത്രമേ എന്തെങ്കിലും നേടിയെടുക്കാൻ സാധിക്കും. ഇപ്പം നമുക്ക് തോന്നുന്ന പോലെ തോന്നുന്ന സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ കാര്യമില്ല. അത് വെറുതെ ഇത് ചെയ്യണമല്ലോ ചെയ്തു, മറിച്ച് അതിന് നമ്മളൊരു ടൈമും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അത് എന്താവസ്ഥയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ ആദ്യമെല്ലാം ചുമ്മാ വെച്ചിട്ട് വെറുതെ ഒരു ആയിട്ടുള്ള കാര്യമായിട്ട് കരുതിയിട്ടുണ്ടെങ്കിൽ ഞാനത് കുറച്ച് കമ്മിറ്റഡ് ആയിട്ട് മെഡിറ്റേഷൻ ആവട്ടെ, എൻ്റെ മന്ത്ര മെഡിറ്റേഷൻ ആവട്ടെ, ചക്ര ഹീലിംഗ് ആവട്ടെ ചെയ്തതിന് ശേഷം കുറേ മാറ്റങ്ങൾ, ഈവൻ നമ്മളെ ചക്ര മാനിഫെസ്റ്റേഷൻ ചെയ്തതിന് ശേഷം ഒരു വ്യക്തിക്ക് 1 CR കിട്ടി. 1 CR എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുകയല്ല ചെയ്ത് അവർ നടത്തുന്ന ലോട്ടറി ഷോപ്പിൽ ഒരു 1 CR അടിച്ചു. ചക്ര മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് കുറേ സക്സസ് സ്റ്റോറീസ്. ഇപ്പം സുധീഷ് എന്ന് പറഞ്ഞ ആൾക്ക് തന്നെ കുറേ റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത്രയധികം, അതായത് ഇപ്പം ചക്ര മാനിഫെസ്റ്റേഷൻ ആവട്ടെ, വെൽത്ത് മാസ്റ്ററി ഫസ്റ്റത്തെ ബാച്ചിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് അബുദാബി ബിഗ് ടിക്കറ്റ് അത് നമ്മൾ യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവൻ അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് വരുന്നുണ്ട്, രണ്ടാമത്തെ സ്റ്റോറി ആയിട്ട് അതിൽ സ്വിച്ച് വേർഡ് പറയുന്നുണ്ട്. അന്നേരം ഇതേപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, കമ്മിറ്റഡ് ആയിട്ടാണ് പ്രാക്ടീസ് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് റിലേഷൻഷിപ്പിൻ്റെ സക്സസ് സ്റ്റോറീസ് ഉണ്ടായി. ഓരോ കാര്യങ്ങളും കമ്മിറ്റ്മെൻറ്റ് അതൊരു ടൈം വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിലാണ് നല്ലത്. എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അന്നേരം ഇതെല്ലാം ഉള്ളത്. പിന്നെ നമ്മൾ കുറേ പേര് കോഴ്സിൻ്റെ കാര്യങ്ങൾ ഇതിൽ വെൽത്ത് മാസ്റ്ററി കാര്യങ്ങൾ അതെല്ലാം തന്നെ ഇപ്പോൾ വെൽത്ത് മാസ്റ്ററി ജസ്റ്റ് ബേസിക് ആയിട്ട് പറയുകയാണ് ഏതൊക്കെ കോഴ്സുകളാണുള്ളത് എന്നുള്ള പെയ്ഡ് കോഴ്സുകൾ. അതിന് തന്നെ ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ സജിനെ ആവട്ടെ കുറേ പേര് ഇതിൽ തന്നെ ബേസിക് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അത് 55ാമത്തെ, അതായത് 0 to 55ാമത്തെ ബാച്ചാണ് ഇനി അടുത്ത സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത് ഈ വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്യും. പിന്നെ റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ 21 ഡേയ്സിലാണ്. അത് ഇപ്പം യൂട്യൂബിൽ തന്നെ പിരിഞ്ഞുപോയ ബന്ധങ്ങൾ അതോടൊപ്പം തന്നെ നല്ല ബന്ധങ്ങളെ അട്രാക്ട് ചെയ്യുന്നതാണ്. അത് നമ്മളെ ഫാമിലി ലൈഫ്, നമ്മളെ പ്രൊഫഷണൽ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ് എല്ലാം തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. പിന്നെയുള്ള കാര്യം ഇത് വെൽത്ത് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. വെൽത്ത് മാസ്റ്ററി നമ്മളെ ഒരു പ്രീമിയം കോഴ്സ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരു 7 മാസമായി നമ്മൾ കണ്ടക്ട് ചെയ്തിട്ട് ആ വെൽത്ത് മാസ്റ്ററിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് വെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ കാര്യങ്ങൾ, കുറേ മാർക്കറ്റിംഗ്, സെയിൽസ്, ബ്രാൻഡിങ്, അങ്ങനത്തെ വെറും ലോ ഓഫ് അട്രാക്ഷൻ മാത്രമേ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അനിവിന്ദ് എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ അറിയുന്നത് യൂട്യൂബ് ചാനൽ വഴിയാണ് അല്ലേ. ഇപ്പോൾ അനിവിന്ദ് വെറുതെ ഇരുന്നിട്ട് അഫർമേഷനോ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ടല്ല അനിവിന്ദിന് പൈസ വരുന്നത്. യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ വാല്യൂ ആയിട്ട് കണ്ടന്റ് ഇടുന്നതിനെ കൊണ്ടാണ് അനിവിന്ദിന് വരുന്നത്. ഇപ്പോൾ അത് തന്നെ ഇപ്പം കുറേ പേര് ഇപ്പം നമ്മളെ സുജാർ മോഹൻ, അതോടൊപ്പം തന്നെ ആശ, ശരത്ത്, പിന്നെ കുറേ പേര് അതേപോലെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് കുറേ പേർക്കും യൂട്യൂബ് ചാനൽ ട്രെയിനിങ് മേഖലയിലേക്ക് കടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറേ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മളെ ഈ വെൽത്ത് മാസ്റ്ററി എന്ന് പറയുന്നത് 3 കോഴ്സുകൾ ചേർന്നാണ്. വെൽത്ത് മാസ്റ്ററി എന്ന് പറയുന്നത് ഈ വെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, പിന്നെ ബേസിക് ബിസിനസ് മാസ്റ്ററി അതിൽ തന്നെയുള്ളതാണ് ബേസിക് ബിസിനസ് മാസ്റ്ററി. അത് 0 to 5,000 വരെ തുടങ്ങാൻ പറ്റുന്ന 21 ബിസിനസ്സുകളാണ് നമ്മൾ അതിൽ ഷെയർ ചെയ്യുന്നത്. ഇപ്പം കഴിഞ്ഞ ബാച്ചിൽ ഒരു ബിന്ദു എന്ന് പറഞ്ഞ ആൾ ജോയിൻ ചെയ്തിരുന്നു. പുള്ളിക്കാരി എന്ത് ചെയ്തു, കുറേ പൈസ എങ്ങനെയോ പൈസ എല്ലാം വെച്ചിട്ടായിരുന്നു തുടങ്ങിയത്.
എന്നാൽ അദ്ദേഹം ആ വെൽത്ത് മാസ്റ്ററിലെ ബേസിക് ബിസിനസ് മാസ്റ്റർ കണ്ട സമയത്ത് അദ്ദേഹം ചിന്തിച്ചു ഇനി കോഴി വളർത്തൽ സ്റ്റാർട്ട് ചെയ്താലോ എന്ന്. ഒരു 5 കോഴി വെച്ച് സ്റ്റാർട്ട് ചെയ്ത ഇന്ന് ഫേം എന്ന് പറയുന്നത് ഏകദേശം ഇപ്പം 100-200 കോഴി, കാടക്കോഴി, ഏകദേശം 3 ജോലിക്കാരുടെ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 ലക്ഷമാണ് ഒരു മാസം. ഇങ്ങനെ പശുവിൻ്റെ കൃഷി കാര്യങ്ങൾ, പിന്നെ ആ പശുവിൻ്റെ ചാണകം വിൽക്കുന്നുണ്ട്, കോഴി വളർത്തലിൻ്റെ കോഴിത്തീറ്റ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അന്നേരം ബിസിനസ്സും കാര്യങ്ങളിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് വെൽത്ത് മാസ്റ്ററി. അതിൽ തന്നെ യൂട്യൂബ് മാസ്റ്ററി എന്ന് പറഞ്ഞൊരു കോഴ്സും കൊടുക്കുന്നുണ്ട്. കാരണം യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള കോഴ്സും കൂടി ജോയിൻ ചെയ്തിട്ടുള്ളതാണ് വെൽത്ത് മാസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെ ജോബ് മാസ്റ്ററി ഞാൻ പറഞ്ഞ പോലെ തന്നെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ അതിൽ കൊടുക്കുന്ന മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ ജോബ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ, ജോബ് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ, അതോടൊപ്പം തന്നെ ജോബ് അട്രാക്ഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ 3 മെഡിറ്റേഷൻ നൽകുന്നുണ്ട് വെൽത്ത് മാസ്റ്ററിൽ. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഇപ്പം ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഇതിൽ പറയുന്ന 90% നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. പക്ഷേ നിങ്ങളെ ബോധ മനസ്സിലേക്ക് എത്തുന്നില്ല, അല്ലേ? ബോധ മനസ്സിൽ നിങ്ങൾ റീപ്രോഗ്രാം ചെയ്യണമെങ്കിൽ മെഡിറ്റേഷനാണ് നിങ്ങളെ സഹായിക്കുമല്ലോ. അതായത് നിങ്ങൾ കുറേ അഫർമേഷനോ കാര്യങ്ങളോ, ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് അഡീഷണലായിട്ട് കിട്ടിയിട്ടുണ്ടാവുക. എൻ്റെ ലൈഫിൽ എനിക്കൊരു മാറ്റം ഉണ്ട്, അത് മെഡിറ്റേഷനാണ്. അതുകൊണ്ടാണ് നമ്മളെ ക്ലാസ്സുകളിലെല്ലാം തന്നെ മെഡിറ്റേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മളെ റിലേഷൻഷിപ്പ് മാസ്റ്ററി ഏകദേശം 12 മെഡിറ്റേഷനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് റിലേഷൻഷിപ്പ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ, റിലേഷൻഷിപ്പ് ഹീലിംഗ് മെഡിറ്റേഷൻ, ഫോർഗിവ്നെസ് മെഡിറ്റേഷൻ, ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ, ടെക്നിക് മെഡിറ്റേഷൻ, അങ്ങനെയുള്ള 12 മെഡിറ്റേഷനാണ് അതിൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും പേർക്ക് ഡിവോഴ്സിൻ്റെ അവസ്ഥയുള്ള വ്യക്തികൾക്ക് തിരികെ വരുന്നത്. പിന്നെ വെൽത്ത് മാസ്റ്ററിയിലാണ് നമ്മൾ കൊടുക്കുന്ന മെഡിറ്റേഷനാണ് ആൻസസ്റ്റേഴ്സ് ബ്ലെസ്സിങ് മെഡിറ്റേഷൻ. നമ്മളെ പൂർവികർ ദരിദ്രരാണ്, അച്ഛൻ ഇങ്ങനെ ഫിനാൻഷ്യൽ പ്രോബ്ലത്തിലാണ് ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ വളരുന്ന സമയത്ത് തന്നെ അത് കണ്ടിട്ട് വളർന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പണം ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛനൊന്നും അത്ര റിച്ചോ ആയിരുന്നില്ല, ഒരു ബിലോ മിഡിൽ ക്ലാസ് ആയിരുന്നു. എന്നാൽ നമ്മൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അയ്യോ എൻ്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛൻ പറഞ്ഞു പണം അയ്യോ ഇങ്ങനെ ഇത് കുറച്ച് യൂസ് ചെയ്യും, സൂക്ഷിച്ച് യൂസ് ചെയ്യും. ഈ ഒരു മെൻറ്റാലിറ്റിയാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ, ആ ഒരു മെൻറ്റാലിറ്റിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഒരിക്കലും പണത്തെ അട്രാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് പോകാനോ പറ്റില്ല. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, അതായത് നിങ്ങളുടെ കുട്ടിക്കാലത്ത് വളർന്നു വന്ന സാഹചര്യം, ചുറ്റുപാടുകൾ, നിങ്ങളെ രക്ഷിതാക്കൾ തന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങളെ മെൻ്റൽ ബ്ലോക്സ് ആയിട്ട് കിടക്കും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എത്ര പണം വരികയാണെങ്കിൽ പണം നിൽക്കില്ല, പണം നിങ്ങൾക്ക് ഉപകാരത്തിന് വരില്ല. അതുകൊണ്ട് ഞാൻ ഈ വെൽത്ത് മാസ്റ്ററിയിൽ നമ്മളെ ആൻസസ്റ്റേഴ്സ് ബ്ലെസ്സിങ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് വരുന്ന ഒരു മീൻസ് ആ പൂർവികരും നമ്മളുടെ അച്ഛൻ്റെ അച്ഛൻ എല്ലാം തന്നെ റിച്ചായിട്ട് ഒരു വിഷ്വലൈസേഷൻ ചെയ്തിട്ടുള്ളൊരു മെഡിറ്റേഷനാണ് അതിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെയുള്ള പല മെഡിറ്റേഷൻ നമ്മൾ പെയ്ഡ് ക്ലാസ് എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പേർക്ക് റിസൾട്ട് കിട്ടുന്നത്. പിന്നെന്താണ് ചക്ര മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് കുറേ പേര് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. അന്നേരം അതിൽ നമ്മൾ കൊടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 പ്രധാനപ്പെട്ട ചക്ര, റൂട്ട് ചക്ര, സ്വാധിഷ്ഠാന ചക്ര, മണിപൂർ ചക്ര, അനാഹത ചക്ര, വിശുദ്ധി ചക്ര, ആജ്ഞാ ചക്ര, പിന്നെ സഹസ്രാര ചക്ര. ഈ 7 ചക്രങ്ങൾക്ക് 2 മെഡിറ്റേഷൻ വീതം നമ്മൾ 14 മെഡിറ്റേഷനാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം, മണി ബ്ലോക്ക് എല്ലാം തന്നെ റിമൂവ് ആയിട്ടുണ്ട്. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളെ കോഴ്സുകൾ, പെയ്ഡ് കോഴ്സുകളെല്ലാം തന്നെ നമ്മൾ അത്രയും രീതിയിലുള്ള മെഡിറ്റേഷൻ ടാസ്കുകൾ ഉൾപ്പെടുത്തിയിട്ടാണ്. അതിൽ തന്നെ മണ്ഡല ആർട്ട്, ചക്ര, നിങ്ങളെ വരക്കുന്ന, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇതെല്ലാം പലരും കോഴ്സിനെ കുറിച്ച് ചോദിച്ചിരുന്നു, അതുകൊണ്ട് പറഞ്ഞു എന്നാലോ. ഇതെല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നേരം നമ്മൾ നാളെ 28ാമത്തെ ദിവസം മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും കൃത്യമായ രീതിയിൽ ടാസ്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ലൈഫിലെ ചേഞ്ചസ് നിങ്ങൾ വോയിസ് ക്ലിപ്പായിട്ട് അയച്ചു തരികയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളെ സ്റ്റോറീസ് അല്ലെങ്കിൽ നമ്മളെ വാക്കുകൾ കൊണ്ട് ഒരു 10 പേർ അല്ലെങ്കിൽ ഒരു 100 പേരുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരികയാണെങ്കിൽ അതാണല്ലോ പുണ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പുകൾ, നമ്മൾ ഏകദേശം 12 ഗ്രൂപ്പുകളായിട്ടുണ്ട്. ഓരോരോ ഗ്രൂപ്പിൽ 1000 മെമ്പേഴ്സിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഫ്രണ്ട്സിലേക്കും നിങ്ങളെ റിലേറ്റീവ്സിലേക്ക് എല്ലാം തന്നെ ഈ ഗ്രൂപ്പ് ഷെയർ ചെയ്യും. കാരണം നമുക്ക് ഒരു 100 രൂപ കൊടുക്കുന്നതിനേക്കാളും നല്ലതാണ് ആ 100 രൂപ സമ്പാദിക്കാനുള്ള അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത്. എൻ്റെ ലൈഫിൽ നമ്മളെ ചുറ്റുമുള്ള വ്യക്തികളിൽ ലൈഫിൽ മാറ്റം ഉണ്ടാക്കിയ ശേഷമാണ് എൻ്റെ ലൈഫിൽ വലിയ ചേഞ്ച് വന്നത്. അല്ലാതെ ഞാൻ ചിന്തിക്കാതെ നമ്മളിലൂടെ അതെല്ലാവർക്കും പണം, ഈവൻ ഈ ഫ്രീ ക്ലാസ് കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിൽ പണം വേണമെന്നില്ല. അവരുടെ കയ്യിൽ പണം ഇല്ലെങ്കിലും നമ്മളെ അറിവ് കൊണ്ട് അവർക്ക് ലൈഫിൽ ചേഞ്ച്
ചേഞ്ച് ഉണ്ടാകും. ഇപ്പം ഒരു നേരത്തെ ഭക്ഷണം, ചില സക്സസ് സ്റ്റോറീസ് കേൾക്കുന്ന നേരം ഒരു 100 രൂപ പോലും ഇല്ലായിരുന്നു, പിന്നെ ലോ ഓഫ് അട്രാക്ഷനിലെ മെഡിറ്റേഷനോ ടെക്നിക്സോ ചെയ്തിട്ട് 1000 രൂപ 2000 രൂപ അത് നേടി എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ഹാപ്പിനെസ് ആണ്. അവരെ ബ്ലെസ്സിങ്സും കാര്യങ്ങളുണ്ടാവും. അവരെ ബ്ലെസ്സിങ്സും കാര്യങ്ങളും നമ്മളിലേക്ക് വേണമെങ്കിൽ നമ്മളിലൂടെ ഇപ്പം ഫസ്റ്റ് തന്നെ പറഞ്ഞ ആ സക്സസ് സ്റ്റോറി അയച്ചു ആ ഒരു MNC കമ്പനിയിൽ ജോലി കിട്ടിയ വ്യക്തി പറഞ്ഞെന്താണ്, ഇതേപോലെ തന്നെ ആരോ ഒരാൾ ഈ ഒരു ലിങ്ക് അയച്ചു, അങ്ങനെ ജോയിൻ ചെയ്തു, പ്രാക്ടീസ് ചെയ്തു, റിസൾട്ട് കിട്ടി. അതേപോലെ തന്നെ നമ്മളിലൂടെ നമ്മളെ വഴി തന്നെ ചിലപ്പോൾ പലരുടെ ലൈഫിലും നിങ്ങളെ ചുറ്റുമുള്ള ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ചിലപ്പോൾ ഒരാൾ വിഷം പറയാം, നിങ്ങൾ പണം കൊടുത്തോളൂ, അതിലുപരിയായിട്ട് ഈ ലിങ്കിലൊന്ന് ജോയിൻ ചെയ്യും. ലിങ്ക് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ എപ്പോഴും ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ലിങ്ക് നിങ്ങൾ ആര് ചോദിക്കുകയാണെങ്കിൽ എത്ര ഗ്രൂപ്പ് ലിങ്ക് വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം, ഒരു വിഷയമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങൾ ഈ ക്ലാസ്സിന് എത്തിക്കുക. അതിലൂടെ നിങ്ങളുടെ ലൈഫിലും മാറ്റം ഉണ്ടാവും. നമ്മൾ എന്താണോ നൽകുന്നത് അതാണ് നമ്മളിലേക്ക് തിരികെ വരുന്നത്. ഇതാണ് പറയാനുള്ളത്. ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏകദേശം 9-10 മിനിറ്റ് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, ഇത് വലിയൊരു ശതമാനം സ്ത്രീകളാണ്, നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ബിസിനസ് ആയാൽ പോരാ, മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ ചെയ്യുക. അത് ചെയ്യാതെ മാത്രമാണ് നിങ്ങൾക്ക് വീട്ടിലും സമൂഹത്തിലെല്ലാം തന്നെ ബഹുമാനം കിട്ടുകയുള്ളൂ. അല്ലാതെ ഭർത്താവ് കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക. നിങ്ങളെ ബിസിനസ്സിൽ കമ്മിറ്റ്മെൻറ്റ് സൂക്ഷിച്ചിട്ട് ചെയ്യുക. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, നെപ്പോളിയൻ ഹില്ലിൻ്റെ, അതൊന്ന് വായിച്ചിരിക്കുക. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് വിജയികളുടെ ബൈബിൾ എന്നുള്ളതാണ് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് ആമസോണിനോ ഫ്ലിപ്കാർട്ടിനോ എല്ലാം തന്നെ വാങ്ങി കിട്ടും. ഞാൻ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്, 2 തവണ വായിച്ചിട്ടുണ്ട് ഞാൻ. ഇതൊന്ന് വായിക്കുക, വിജയികളുടെ ബൈബിൾ എന്നുള്ളതാണ്. ലോസ് ഓഫ് സക്സസ് എന്ന് പറയുന്ന നെപ്പോളിയൻ ഹില്ലിൻ്റെ 5 വോള്യൂംസ് ആയിട്ടാണ് ഇറക്കിയത്. അതെല്ലാം തന്നെ റിഫൈൻ ചെയ്തിട്ടുള്ള പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്നത്. കുറേ സ്റ്റോറീസ്, കുറേ കാര്യങ്ങളും അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇതെല്ലാം നമ്മളെ ക്ലാസ്. നമ്മളെ പെയ്ഡ് ക്ലാസ്സിൻ്റെ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എപ്പോഴാണ് തുടങ്ങുക, എങ്ങനെയാണ് തുടങ്ങുക എന്നുള്ള വിവരം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത 100 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പം 75 മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവർക്കും നന്ദി പറയണേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കുക. വോയിസ് മെസ്സേജ് ആയിട്ട് ഒരു 2 മിനിറ്റ് കുറവുള്ള അയക്കുകയാണെങ്കിൽ ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നതാണ്. പലരും പെട്ടെന്ന് തന്നെ റിപ്ലൈ കിട്ടുമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല, കാരണം കുറേ മെസ്സേജസും കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ തന്നെ സ്റ്റാഫ് ഉണ്ടെങ്കിലും ഞാൻ തന്നെയാണ് റിപ്ലൈയും കാര്യങ്ങളെല്ലാം നൽകുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഡിലേ ആയെന്ന് വരും, അതുകൊണ്ട് ക്ഷമിക്കുക. എല്ലാവർക്കും റിപ്ലൈ ഞാൻ നൽകുന്നതാണ്. എല്ലാവർക്കും നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. വലിയ രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു അടുത്ത ഓണത്തിനുള്ളിൽ തന്നെ നിങ്ങളെ വലിയ ഡ്രീംസ് അച്ചീവ് ചെയ്യട്ടെ. നമ്മളെ കുറേ സക്സസ് സ്റ്റോറീസ്, ഇപ്പം വീട് മാനിഫെസ്റ്റ് ചെയ്ത സക്സസ് സ്റ്റോറീസ് എല്ലാം തന്നെ യൂട്യൂബ് ചാനലിൽ സ്റ്റോറീസ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ എന്താണോ, അതായത് നമ്മൾ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി നമ്മളെ ലൈഫിൽ കുറച്ചും കൂടി ഒരു പർപ്പസ് ഓറിയൻ്റ് ആയിട്ട് നീങ്ങുകയാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ സംഭവിക്കും. അത് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. അതായത് എനിക്ക് എന്ന് ചിന്തിക്കാതെ നമ്മൾ വഴി ഒരു 10 പേരുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരിക, അത് നമുക്ക് ബ്ലെസ്സിങ്സ് കൊണ്ടുവരും. ഇപ്പം ബ്ലെസ്സിങ്സ് എന്ന് പറയുന്ന കാര്യം ഇപ്പം പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നു. കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ബ്ലെസ്സിങ്സ് ആയിരിക്കും എനിക്ക് എൻ്റെ മാനിഫെസ്റ്റേഷനും അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്കും അല്ലെങ്കിൽ ഞാൻ എന്ത് തളരുന്ന സമയത്തും എനിക്കൊരു പവർ വരുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെ ബ്ലെസ്സിങ്സ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ലൈഫിൽ ലക്ഷ്യം സെറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം എൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ലോ ഓഫ് അട്രാക്ഷൻ മനസ്സിലാക്കുന്ന സമയത്ത് എനിക്കൊരു 100 കോടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇത്ര കോടി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ലക്ഷ്യം വെച്ചത്. പക്ഷേ ഇപ്പം എൻ്റെ ലക്ഷ്യം ഇതല്ല, കോടികൾ ഉണ്ടാക്കുന്ന, പൈസ വേണ്ടതല്ല, മറിച്ച് ഒരു 1 ലക്ഷം പേരിലേക്ക്. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഏകദേശം 12-13,000 മെമ്പേഴ്സാണ് നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു 1 ലക്ഷം മെമ്പേഴ്സിലേക്ക്, 1 ലാക്ക് മെമ്പേഴ്സ്, ഏകദേശം ഒരു 100 ഗ്രൂപ്പ്, ഒരു ഇങ്ങനെ 80 ഗ്രൂപ്പോ അല്ലെങ്കിൽ 90 ഗ്രൂപ്പോ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അതിലേക്ക് വരികയാണെങ്കിൽ 1 ലാക്ക് മെമ്പേഴ്സിലേക്കാണ് നമ്മളെ ഈ ഒരു ക്ലാസ്, സൗജന്യ ക്ലാസ് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അന്നേരം ആ ലക്ഷ്യത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ മാറ്റമാണ് എൻ്റെ ഹാപ്പിനെസ്. അതിലൂടെ എന്ത് കിട്ടും, നമുക്ക് പുണ്യം കിട്ടും. നമ്മളൊരു ലക്ഷ്യം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ലൈഫ്, നമ്മളെ ഫാമിലിയും ചിന്തിക്കാതെ നമ്മളിലൂടെ എത്ര പേർക്ക് ലൈഫിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാവും. ഈ പ്രപഞ്ചത്തിൽ, ഈ പ്രകൃതിയിലെ എല്ലാ ചരാചരങ്ങളെല്ലാം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പ്രകൃതി നമ്മൾ കൊടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചാണ് അത് ഓക്സിജൻ നമുക്ക് തിരികെ വരുന്നത്. അതേപോലെ തന്നെയാണ് ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് എന്നെ കഴിയുന്ന രീതിയിൽ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞാൻ ചെയ്യാം. നിങ്ങളുടെ ബിസിനസ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് വഴി നല്ല ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിനെ കൊണ്ടൊരു സന്തോഷമേ ഉള്ളൂ. ഇപ്പം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വെബിനാറിൽ അല്ലെങ്കിൽ വെൽത്ത് മാസ്റ്ററി പങ്കെടുക്കുന്ന സമയത്ത് സജ്ജന എന്ന് പറഞ്ഞ വ്യക്തിയുടെ, സജ്ജനയല്ല, ആരായിരുന്നു പുള്ളിക്കാരുടെ പേര് മറന്നുപോയി,
മുംതാസ് എന്ന് പറഞ്ഞ അവർ സ്റ്റോറി ഉൾപ്പെടുത്തിയിരുന്നു. അവരേതോ ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യുന്നത്, നമ്മളെ ഗ്രൂപ്പ് വഴി അവർക്ക് ബിസിനസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എന്നെ കഴിയുന്ന രീതിയിൽ എൻ്റെ ഹെൽപ്പും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി അടുത്ത ഓണം അല്ലെങ്കിൽ അടുത്ത വർഷം തുടങ്ങുന്ന സമയത്ത് തന്നെ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനയുണ്ട്. നിങ്ങളെ പ്രാർത്ഥനകളെല്ലാം എനിക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് സാറിന് ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. Thank you, sir. Thank you. Thank you, sir. Thank you, sir. Thank you, Thank you, sir. sir. Thank you, thank you so much. Thank you, sir. Thank you so much. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. Good night. Good night, sir. Good night. Thank you so much, sir.